ഹലോ ഗൈസ്, അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ആനിമേ എക്സ്പ്ലനേഷൻ ആയിട്ടാണ്. ആ ആനിമ എന്ന് പറഞ്ഞാൽ ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആനിമയാണ്. ഞാൻ പറഞ്ഞാൽ അത് മനസ്സിലാകുമോ എന്ന് അറിയില്ല, ഞാൻ പറഞ്ഞാൽ മാത്രം അതിന്റെ ഫീൽ കിട്ടുമോ എന്ന് എനിക്കറിയില്ല. സോ നിങ്ങൾ ഫസ്റ്റ് ആ ആനിമ പോയി കണ്ടതിന് ശേഷം ഈ വീഡിയോ കണ്ട നിങ്ങൾക്ക് അതിന്റെ എസൻസും അതിന്റെ ഒരു ഫുൾഫിൽമെന്റ് കിട്ടുള്ളൂ. ഓക്കെ, സോ ഞാനിന്ന് പറയാൻ പോകുന്ന ആനിമ എന്താണെന്ന് പറഞ്ഞാൽ ദ വെതറിംഗ് വിത്ത് യു എന്ന് പറഞ്ഞൊരു ആനിമയാണ്. യെസ്, ഓഫ് കോഴ്സ് നിങ്ങൾ ചിലപ്പോൾ കണ്ടും കാണും, പക്ഷേ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് കേൾക്കുമ്പോഴേ അല്ലെങ്കിൽ എന്നെ റീവിസിറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ഒരു ഇമോഷണൽ കോർ മനസ്സിലാവുള്ളൂ. സോ റിലാക്സ് ആയിട്ട് ഇരുന്നിട്ട് ഉള്ള വിഷമങ്ങളെല്ലാം മാറ്റി വെച്ചിട്ട് സന്തോഷമായിട്ട് കുറച്ചു നേരം ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ എന്റെ കൂടെ ഇരുന്ന് ഈ മൂവി എക്സ്പ്ലെയിൻ ചെയ്ത് നമുക്ക് എൻജോയ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ലൈക്ക് ചെയ്യാനുള്ള കാര്യമൊന്നും മറക്കില്ല, ഞാൻ പറയുന്നില്ല എടുത്ത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. 2021 ജപ്പാനാണ് നമുക്ക് തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത്. പക്ഷെ അവിടുത്തെ കുഴപ്പം ഇപ്പൊ എന്താണെന്ന് പറഞ്ഞാൽ അവിടെ മഴ നിൽക്കുന്നേ ഇല്ല. 24 മണിക്കൂർ ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അതൊരു പ്രതിഭാസം പോലെയുള്ള സിനിമയിൽ കാണിച്ചിരിക്കുന്നത്. എന്ത് പറ്റും നമുക്ക് അറിയുന്നില്ല. ഓക്കെ, അതിന്റെ റീസൺ ഇതുവരെ കണ്ടുപിടിച്ചിട്ടുമില്ല. ഇങ്ങനെ ഒരു മഴ പെയ്തുകൊണ്ടിരുന്നാൽ ഉറപ്പായിട്ട് ജപ്പാൻ തന്നെ വെള്ളത്തിൽ മുങ്ങിപ്പോകും. അത്രയ്ക്ക് വലിയൊരു സ്ഥിതിയിൽ നിൽക്കുകയാണ് അവിടെ. ഇങ്ങനെ അവസ്ഥ പറ്റിക്കൊണ്ടിരുന്നപ്പോഴാണ് നമുക്കൊരു പെൺകുട്ടിയെ കാണിക്കുന്നത്. അവളുടെ പേര് ഹീന എന്നാണ്. സോ അവൾ ഭയങ്കര സാഡ് ആയിട്ടാണ് നിൽക്കുന്നതാണ് കാണിക്കുന്നത്. എന്താണെന്ന് പറഞ്ഞാൽ അവളുടെ അമ്മയ്ക്ക് വയ്യ. അവൾക്ക് അമ്മയെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. സോ അവൾ അമ്മയ്ക്ക് വയ്യാത്തത് കൊണ്ട് തന്നെ അവളാണ് അമ്മയെ പരിപാലിക്കുന്നതല്ല. അമ്മയുടെ അസുഖവും ഹീനെ നന്നായിട്ട് അഫക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ ഹീന അമ്മയെ പരിപാലിച്ചതിന് ശേഷം പുറത്തോട്ട് ജസ്റ്റ് നോക്കിയപ്പോഴാണ് എല്ലാ സ്ഥലവും കാർമേഘങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഫുള്ള് മഴയാണ്, നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യമാണ്. പക്ഷേ ഒരു സ്ഥലം മാത്രം വെയിലടിക്കുന്നു. അവിടെ കാർമേഘങ്ങളെ ഇല്ല, അവിടെ ഫുള്ള് വെളിച്ചം മാത്രമേ ഉള്ളൂ. സോ അവർക്ക് അത് ആശ്ചര്യത്തോടെ നോക്കുകയാണ്. എന്താ ഇതെന്ന് പറഞ്ഞ് നോക്കുകയാണ്. സോ അത് എന്താണെന്ന് അറിയാതെ ഹീനയ്ക്ക് അവിടെ ഇരിക്കാൻ പറ്റുന്നില്ല. സോ ഹീന കൊട എടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി അങ്ങോട്ടേക്ക് പോവുകയാണ്. ഇവിടെ വെളിച്ചം അടിക്കുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. സോ അങ്ങനെ അവള് പോയി എത്തിപ്പെട്ടത് ഒരു കോവിൽ പോലുള്ള സ്ഥലമാണ്. ഒരു ടെമ്പിൾ ഉണ്ടല്ലോ, അതുപോലുള്ള സ്ഥലമാണ്. സോ അവിടെ എത്തിയപ്പോഴാണ് നമുക്ക് മനസ്സിലായത് കോവിലിൽ മാത്രമാണ് വെയിലടിക്കുന്നുള്ള കാര്യം. സോ അവൾ ആശ്ചര്യത്തോടെ നോക്കുകയാണ്. ഇനി ഇവിടെ എന്തെങ്കിലും സ്പിരിച്വൽ ആയിട്ട് ശക്തി ഉണ്ടോ എന്നൊക്കെ അവള് മനസ്സിലിങ്ങനെ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സ്പിരിച്വൽ ആയിട്ട് ശക്തി എന്തെങ്കിലും കാണുമെന്ന് വിചാരിച്ച് ഹീന കണ്ണു മൂടിയിട്ട് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിക്കുന്ന സമയത്ത് അപ്പം ഈ മഴത്തുള്ളികളുണ്ടല്ലോ, മഴ പെയ്തുകൊണ്ടിരിക്കുകയല്ലേ, ഈ മഴത്തുള്ളികളെല്ലാം ആകാശത്തേക്ക് തിരിച്ചു പോവുകയാണ്. നമ്മളിങ്ങനെ സാധാരണ മഴത്തുള്ളികൾ ആകാശത്ത് നിന്ന് ഭൂമിയിലോട്ടിൽ വരുന്നത്, പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ മഴത്തുള്ളികൾ ആകാശത്തോട്ട് തിരിച്ചു പോവുകയാണ്. ആ മഴത്തുള്ളികൾ മാത്രമല്ല ആകാശത്തേക്ക് പോയതെന്ന കാര്യം ഹീന പിന്നെയാണ് മനസ്സിലാക്കുന്നത്. മഴത്തുള്ളികൾ കൂടെ അവളും കൂടെ പറന്നു പോവുകയാണ്. സോ അവള് ഭയങ്കരമായിട്ട് ഭയന്നുകൊണ്ട് നിൽക്കുകയാണ്. എന്ത് സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ അവള് മേളിൽ നിന്ന് താഴെ നോക്കിയപ്പോൾ മേഘത്തിനേക്കാളും ഉയരത്തിൽ അവള് പറന്നെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് മേഘത്തിന്റെ സൈഡിലോട്ട് അവൾ നോക്കിയത്. എന്തോ നന്നായിട്ട് കാണുകയാണ്. അപ്പോഴാണ് ശ്രദ്ധിക്കുന്നത് ഗ്രൗണ്ട് ആണെന്നുള്ള കാര്യം. ആ ഗ്രൗണ്ട് ഫുൾ ഒരു പച്ചപ്പായിട്ടാണ് കാണപ്പെടുന്നത്. പക്ഷേ അതിൽ കുറെ മീനുകളുണ്ട്. അപ്പൊ നമ്മൾ എന്താണ് മനസ്സിലാക്കാനുള്ളത്, ഗ്രൗണ്ടും ആണ്, പക്ഷേ വെള്ളം പോലെയാണ് കാണപ്പെടുന്നത്. ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു സംഭവമാണ് നടക്കുന്നത് തന്നെ. ഹീനയ്ക്ക് എന്ത് നടക്കുന്നതെന്ന് പോലും മനസ്സിലാകുന്നില്ല. കാരണം നിങ്ങൾ ആലോചിച്ചു, നിങ്ങളാണ് ഈ സ്ഥലത്തായിരുന്നെങ്കിൽ, നിങ്ങളാണ് ഇങ്ങനെയൊക്കെ ഒരു മഴ പെയ്ത് ഇപ്പൊ നിങ്ങൾ ഒരു സൂര്യപ്രകാശം കണ്ട് നിങ്ങൾ ഇങ്ങനെ മേലോട്ട് പറന്ന് അപ്പോഴാണ് നിങ്ങൾ ഈ ഗ്രൗണ്ട് കാണുന്നത് എന്നൊക്കെ ആയിരുന്നെങ്കിൽ നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? അതുപോലെ അതിനപ്പുറമായിരിക്കും ചിലപ്പോൾ ഹീനയുടെ അവസ്ഥയും. പിന്നെ പയ്യെ വീണ്ടും തിരിച്ച് ഭൂമിയിലേക്ക് ഹീന വരികയാണ്. സോ അവിടെ വെച്ച് ആ സീൻ കട്ടാക്കുകയാണ്. പിന്നെ അടുത്തായിട്ട് കാണിക്കുന്നത് തന്നെ ഈ ജപ്പാനിലെ അടുത്ത ഒരു ഐലൻഡ് ഉണ്ട്. ഈ ഐലൻഡിലെ ഒരാള് ഹൈസ്കൂളിൽ പഠിക്കുന്ന ഒരു ഹൊഡോക്കോ എന്നൊരു പയ്യുണ്ട്. സോ അവൻ വീട് വിട്ടിട്ട് ടോക്കിയോയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഏതിൽ കൂടെയാണ് വരുന്നത്? ഒരു ഷിപ്പിൽ കൂടെയാണ് വരുന്നത്. സോ ടോക്കിയോയിൽ എന്തുകൊണ്ടാണ് വരുന്നതെന്ന് പറഞ്ഞാൽ അവൻ ഹൈസ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പൊ അവനൊരു ആഗ്രഹമുണ്ട്. എന്താ ആഗ്രഹം? അവനൊരു പാർട്ട് ടൈം ആയിട്ടൊരു ജോലി ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. സോ അവന്റെ സ്ഥലത്ത് കുറെ നോക്കിയപ്പോൾ അവിടെയെങ്കിലും ജോലി കുറവാണ്. ഇപ്പൊ ടോക്കിയോ എന്ന് പറഞ്ഞൊരു വലിയൊരു സിറ്റിയാണ്. സോ അവിടെ പോയാൽ അവന് എന്തായാലും ജോലി കിട്ടുന്ന ഉറപ്പുണ്ട് അവന്. പക്ഷെ അവൻ അതിന് മുന്നേ ഓൺലൈനിൽ കുറെ ജോലിക്കൊക്കെ പ്രപ്പോസൽ കൊടുത്തിരുന്നു. പക്ഷെ ഒന്നും തിരിച്ച് കിട്ടിയില്ലായിരുന്നു. സോ അതിന് അവൻ അപ്രൂവ് ആയില്ല. കാരണം എന്താണ്, ഒരു ഹൈസ്കൂളിലെ കുട്ടിയാണ്. അവൻ കറക്റ്റ് ഏജ് എത്തിയിട്ടില്ല എന്ന് പറഞ്ഞാൽ നമ്മളെ ജോലി ചെയ്യാനുള്ള 18 വയസ്സിന് മേലുള്ള ഒരു ഏജ് എത്തിയിട്ടില്ല. അവനിപ്പോഴും 16 വയസ്സായതേ ഉള്ളൂ. സോ ഇപ്പൊ ജോലി കൊടുക്കണം എന്ന് പറഞ്ഞാൽ ആരും അങ്ങനെ ജോലി കൊടുക്കാൻ തയ്യാറാകുന്നില്ല, കാരണം അത്രയും പ്രായമില്ലാത്തത് കൊണ്ട് തന്നെ. സോ അവൻ അങ്ങനെ നേരിട്ട് ടോക്കിയോയിൽ പോയിട്ട് ആരെങ്കിലും മനസ്സിലായി തോന്നി ജോലി കൊടുക്കട്ടെന്ന് പറഞ്ഞാണ് അവൻ നേരിട്ട് പോകുന്നത് തന്നെ. അപ്പോഴാണ് ഒരു അനൗൺസ്മെന്റ് വരുന്നത്. ആരൊക്കെ ഷിപ്പിന്റെ വെളിയിൽ നിൽക്കുന്നു എല്ലാവരും തന്നെ പെട്ടെന്ന് റൂമിലേക്ക് പോവുക, കാരണം അവിടെ കൊടുങ്കാറ്റ് വരികയാണെന്ന് പറയുന്നത്. സോ ഈ അനൗൺസ്മെന്റ് കേട്ട എല്ലാവരും ഷിപ്പിന്റെ അകത്തേക്ക് ഓടി പോവുകയാണ്. പക്ഷേ ഈ ഹൊഡോക്കോ എന്ന് പറഞ്ഞാൽ അന്ന് ശ്രദ്ധിക്കാതെ ഷിപ്പിന്റെ അകത്തേക്കൊന്നും പോവാതെ ആകാശത്തോട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവ എന്താണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവൻ ഇങ്ങനെ ആകാശത്തോട്ട് നോക്കിയിട്ട് ആ മേഘങ്ങളും കാർമേഘവും മഴയൊക്കെ കാണാൻ നല്ല രസമുണ്ട്. സോ അത് നോക്കിക്കൊണ്ട് അവൻ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അപ്പോഴാണ് ഈ ചെറുതായിട്ട് പെയ്തുകൊണ്ടുന്ന മഴ ഈ പെട്ടെന്ന് ബക്കറ്റിൽ വെള്ളം കോരി ഒഴിക്കില്ലേ, അത്രയ്ക്കും വലിയ ഇതായിട്ട് വന്നിട്ട് എന്ന് പറഞ്ഞാൽ ആകാശത്തൊരു ഫുൾ വെള്ളം നിറഞ്ഞ ആകാശത്ത് നിന്നിട്ട് പെട്ടെന്ന് താഴേക്ക് വീഴൂലേ, അങ്ങനെ വീഴുന്നത് പോലെ ഷിപ്പ്
ഷിപ്പിന്റെ മേലിൽ കൂടെ വീഴുകയാണ്. ഹൊഡോക്കെ അതിൽ പെട്ടുപോവുകയാണ്. അങ്ങനെ ഹൊഡോക്കെ ചറുക്കി നേരെ ഷിപ്പിന്റെ താഴേക്ക് വീഴാൻ പോയപ്പോഴാണ്, ഷിപ്പിന്റെ താഴെ എവിടേക്ക് കടലിലോട്ട് വീഴാൻ പോയപ്പോഴാണ് അപ്പോൾ തന്നെ ഒരാളെ കൈ വന്ന് നമ്മുടെ ഹൊഡോക്കെ പിടിച്ചു നിർത്തിയിട്ട് വലിച്ചു കയറ്റുകയാണ്. അപ്പോൾ തന്നെ അത്രയും ഫോഴ്സിൽ വന്ന മഴയെല്ലാം പോയിട്ട് വെയിലടിക്കുകയാണ്. അപ്പോഴാണ് ഈ ഹൊഡോക്കെ രക്ഷിച്ചില്ലേ ആ മനുഷ്യൻ അവനോട് ചോദിക്കുന്നത്, എന്താ മോനെ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ഭയങ്കര ഗാംഭീര്യമുള്ള സൗണ്ടിൽ ചോദിക്കുന്നു. സോ ഈ ഹൊഡോക്കെ രക്ഷിച്ച അദ്ദേഹത്തിന്റെ പേരെന്താണെന്ന് പറഞ്ഞാൽ കേസക്കി എന്നാണ്. തന്നെ രക്ഷിച്ച ഒരാളാണെന്നുള്ള വിചാരത്തിൽ ഹൊഡോക്കയ്ക്ക് അത്രയ്ക്കും അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടിരുന്നു. അപ്പോൾ തന്നെ ഹൊഡോക്കെ ഇദ്ദേഹത്തിന് എന്തെങ്കിലും ഫുഡ് കഴിക്കാനോ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ് ഷിപ്പിനുള്ളിലുള്ള ക്യാൻറ്റീനിൽ ഹൊഡോക്കെ കൊണ്ടുപോവുകയാണ്. ഹൊഡോക്കെ അങ്ങനെ കേസക്കി ചോദിച്ച ആഹാരം എല്ലാം വാങ്ങിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ കേസക്കി കിട്ടുന്ന ആഹാരം എല്ലാം വെട്ടി വിഴുങ്ങുകയാണ്. അപ്പോഴാണ് കേസക്കി വേറൊരു കാര്യം കൂടെ ചോദിക്കുന്നത്, ഞാൻ നിന്നെ രക്ഷിച്ചതല്ലേ, നീ എനിക്ക് ഇത്രയും സാധനം വാങ്ങിച്ചു തന്നതല്ലേ, ഞാൻ പറയുന്ന സാധനം കൂടെ എനിക്ക് വാങ്ങിച്ചതാ, നീ എനിക്ക് 2 ബിയറും കൂടെ വാങ്ങിച്ചതാ കുടിക്കാനെന്ന് കേസക്കി ഹൊഡോക്കോട് പറയുകയാണ്. ഹൊഡോക്കോ അത് വാങ്ങിച്ചു കൊടുക്കാൻ താല്പര്യമില്ലെങ്കിലും രക്ഷിച്ച ഒരാളല്ലേ, അതുകൊണ്ട് വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് ഹൊഡോക്കോ ബിയർ വാങ്ങാൻ പോവുകയാണ്. സോ അങ്ങനെ ബിയർ വാങ്ങാൻ വേണ്ടി ബിയറിന്റെ കാര്യം സെർവന്റിനോട് ആവശ്യപ്പെട്ടപ്പോൾ തന്നെ ബിയറിന്റെ പൈസ എത്രയാണെന്ന് പറഞ്ഞാൽ ഹൊഡോക്കയുടെ കയ്യിൽ എത്രയുള്ളോ അത്രയും പൈസ വേണം ബിയറിന് വാങ്ങാൻ. സോ അത്രയും പൈസ കൊടുത്ത് 2 ബിയർ ഹൊഡോക്കോ കേസക്കിക്ക് വാങ്ങിച്ചു കൊടുക്കുകയാണ്. അപ്പൊ അതും ഫുള്ളായിട്ട് വാങ്ങിച്ചു കുടിക്കുകയാണ് നമ്മുടെ കേസക്കി. അതെല്ലാം അവസാനിച്ചതിന് ശേഷം അവസാനമായിട്ട് ഷിപ്പ് ടോക്കിയോയിൽ എത്തിയിരിക്കുകയാണ്. ഇനിയാണ് നമുക്ക് ജോലി കണ്ടുപിടിക്കാനുള്ള മട്ടിൽ നിൽക്കുകയാണ് നമ്മുടെ ഹൊഡോക്കോ. അപ്പോഴാണ് നമ്മുടെ ഹൊഡോക്കെ രക്ഷിച്ച കേസക്കി ഉണ്ടല്ലോ, അദ്ദേഹം വന്നിട്ട് പറയുന്നത്, മോനെ ഇതാണ് എന്റെ കാർഡ്, എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ എന്നെ വന്ന് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അവിടെ നിന്ന് പോവുകയാണ്. സോ ഹൊഡോക്കയും ആ കാർഡ് എടുത്തിട്ട് എന്തെങ്കിലും ഒരു ദിവസം യൂസ് ആവുമെന്ന് വിചാരിച്ച് ആ കാർഡ് അവൻ സൂക്ഷിച്ചു വയ്ക്കുകയാണ്. അങ്ങനെ അവൻ ടോക്കിയോയിൽ വന്നിട്ട് ഇവൻ എല്ലായിടത്തും ജോലി നോക്കുകയാണ്. എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ജോലി തിരക്കുകയാണ്. ജോബ് ഇന്റർവ്യൂസും എല്ലാം അറ്റൻഡ് ചെയ്യുകയാണ്. പക്ഷെ അവന് കിട്ടുന്നില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഒരു സ്കൂൾ സ്റ്റുഡന്റ് ആണ്. സ്കൂൾ സ്റ്റുഡന്റിന് ജോലി കൊടുക്കാൻ പറ്റില്ല. മിനിമം കോളേജ് സ്റ്റുഡന്റ് ആയിരുന്നെങ്കിൽ പോലും ഒരു ജോലി കൊടുത്തന്നെയായിരുന്നു. പക്ഷെ സ്കൂൾ സ്റ്റുഡന്റ് ആയതുകൊണ്ട് തന്നെ ഒരു ജോലി കിട്ടുന്നേ ഇല്ല. ഇവൻ എവിടെയൊക്കെ തിരക്കി അവിടെ എങ്ങും ജോലി കിട്ടുന്നില്ല. അങ്ങനെ ഇവ ഇനി ഐഡിയ കാണിച്ച് കോളേജിലാണ് ഞാൻ പഠിക്കുന്നതെന്ന് കള്ളത്തരം പറഞ്ഞപ്പോഴും കോളേജിന്റെ ഐഡിയ ഒക്കെ ചോദിക്കുകയാണ്. സോ അത് അവിടെ നടക്കുന്നില്ല. സോ അങ്ങനെ കയ്യിലുള്ള കാശെല്ലാം തീർന്നുകൊണ്ടിരിക്കുകയാണ്. കേസക്കിക്ക് ബിയർ വാങ്ങിച്ചപ്പോൾ തന്നെ ഏകദേശമുള്ള കാശെല്ലാം തീർന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഹൊഡോക്കോ ഹോട്ടൽ വിട്ടിട്ട് നമ്മുടെ വഴിയോരത്ത് താമസിക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. കാരണം വീടില്ല, ഹോട്ടലിൽ കൊടുക്കാനുള്ള പൈസയും ഇല്ല. സോ അങ്ങനെ ഒരു വഴിയോരത്ത് തന്റെ ഉറക്കവും താമസവും ആക്കുകയാണ് നമ്മുടെ ഹൊഡോക്കോ. കുറെ പയ്യന്മാരൊക്കെ അവനെ വന്ന് ബുള്ളി ചെയ്യും, പിന്നെ കളിയാക്കും. ഇങ്ങനെ ജാട വിളിച്ച പിള്ളേരൊക്കെ ഉണ്ടല്ലോ, സോ അവന്മാരൊക്കെ ഇങ്ങനെ വന്നിട്ട് അവരെ കളിയാക്കാനും മോക്കിയാനൊക്കെ നിൽക്കുകയാണ്. അപ്പോഴാണ് അടുത്തേക്ക് ഒരു പോലീസ് വന്നിട്ട്, നീ മൈനർ അല്ലേ, നിന്റെ അച്ഛനും അമ്മയും എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ അവൻ പെട്ടെന്ന് അവിടെ നിന്ന് ഓടിപ്പോകുന്നത്. സോ മഴയും ഇങ്ങനെ ഭയങ്കരമായിട്ട് പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അവൻ പോയി ഡസ്റ്റ്ബിന്നിന്റെ സൈഡിൽ പോയി ഒളിച്ചിരിക്കുന്നത്. അപ്പോഴാണ് വേറെ കുറെ പയ്യന്മാർ വന്നിട്ട് നീ ആരുടെന്ന് ചോദിച്ച് ഭയങ്കരമായിട്ട് വിരട്ടുകയാണ്. സോറി സാർ, ഞാൻ അറിയാതെ ചെയ്താന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഓടാൻ പോയപ്പോ ഇദ്ദേഹം മനഃപൂർവ്വം കാല് കൊണ്ട് തട്ടിയിടുകയാണ് അവനെ. ഇവ ഇങ്ങനെ പോയി വീണത് ഡസ്റ്റ്ബിന്റെ മേലിലേക്കാണ്. സോ ഡസ്റ്റ്ബിനുള്ള വേസ്റ്റ് അത്രയും കൂടെ തറയിൽ ചെതറി വീഴുകയാണ്. അങ്ങനെ അവ അതെല്ലാം തിരിച്ചെടുത്ത് അകത്തേക്ക് എടുക്കുകയാണ്. അപ്പോഴാണ് അവനൊരു ബാഗ് കിട്ടുന്നത്. സോ ആ ബാഗ് അവൻ എടുത്ത് വയ്ക്കുകയാണ്. അങ്ങനെ അതെല്ലാം എടുത്തുകൊണ്ട് അവൻ ഒരു ഹോട്ടലിലേക്ക് പോയിട്ട് അവൻ ചുറ്റും നോക്കുന്നുണ്ട്. ഫുഡ് എടുക്കാനും ഫുഡ് വാങ്ങാനുണ്ടെങ്കിൽ പൈസ ഇല്ല. സോ അവൻ അവന്റെ പേഴ്സ് എടുത്ത് നോക്കിയപ്പോൾ അവന് കോഫി വാങ്ങാനുള്ള പൈസ മാത്രമേ അവന്റെ കയ്യിലുള്ളൂ. സോ അവൻ ഒരു കോഫി വാങ്ങിച്ച് അവൻ കുടിക്കുകയാണ്. ഏകദേശം 3-4 ദിവസമായിട്ട് ഒന്നും കഴിക്കുന്നുമില്ല. അവൻ 3-4 ദിവസമായിട്ട് ഈ ഹോട്ടലിൽ വന്നിട്ട് കോഫി കുടിക്കും പോവും. ഇതാണ് സ്ഥിര പരിപാടി. അപ്പോഴാണ് അവൻ ആ വേസ്റ്റ് ബാസ്ക്കറ്റിൽ നിന്ന് കിട്ടിയില്ലേ, സോ ആ ബാഗ് അവൻ തുറന്നു നോക്കുന്നത്. അപ്പോഴാണ് അവൻ ആശ്ചര്യപ്പെടുന്നത്. അവന്റെ കൈ കിട്ടിയത് എന്താണെന്ന് പറഞ്ഞാൽ ഒരു തോക്കായിരുന്നു. പക്ഷെ ആ തോക്കവൻ വിചാരിച്ചത് ഇതൊരു ടോയ്, ഒരു ബൊമ്മ, ഒരു കളിപ്പാട്ട തോക്കായിരിക്കും എന്ന് വിചാരിച്ച് അവൻ സൂക്ഷിച്ചു വയ്ക്കുകയാണ്. അവസാനം അവൻ ഈ സ്ട്രഗിളായിട്ട് ലൈഫ് പൊയ്ക്കൊണ്ടിരിക്കുകയില്ല, അത്രയ്ക്കും ബുദ്ധിമുട്ടി ലൈഫ് പൊയ്ക്കൊണ്ടത്. അപ്പോൾ അവന്റെ ക്ഷീണം കാരണം ആ ഹോട്ടലിൽ തന്നെ കുറച്ചു നേരം കിടന്നു പോയി. നമുക്കായാലും ആ ഒരു അവസ്ഥ വരുമ്പോൾ അങ്ങനെ ആയിരിക്കും, വന്ന് കാണും, ഓരോ മനുഷ്യനും വന്ന് കാണും അവസ്ഥയൊക്കെ. സോ അങ്ങനെ അവൻ ടയർഡായിട്ട് കിടന്നപ്പോഴാണ് അടുത്തൊരാൾ വന്നിട്ട് ഒരു ഫുഡ് എടുത്ത് വെച്ചിട്ട് പോകുന്നത്. കൈ മാത്രമേ കാണിക്കുന്നുള്ളൂ, ആളാണെന്ന് കാണിക്കുന്നില്ല. അത് ആരെന്ന് ഹൊഡോക്കെ തിരിഞ്ഞു നോക്കിയപ്പോ ഒരു പെൺകുട്ടിയായിരുന്നു. അതാരുമല്ല, നമ്മുടെ ഹീനയാണ്. നിങ്ങൾ എന്തിനാ ഇതൊക്കെ വയ്ക്കുന്നത്, എന്റെ കാശില്ല എന്നവൻ പറയുകയാണ്. അതൊന്നും കുഴപ്പമില്ല, നീ 3 ദിവസമായിട്ട് ഇങ്ങോട്ട് വരുന്നത് ഞാൻ കാണുന്നുണ്ട്. നീ ഓരോ ദിവസം വരുമ്പോഴും ചിലപ്പോൾ കോഫി മാത്രമേ കുടിക്കുള്ളൂ, ചിലപ്പോൾ അതൊന്നും കുടിക്കുന്നുമില്ല. സോ അപ്പോഴെനിക്ക് മനസ്സിലായി എന്റെ കൈ കാശ് കാണില്ല എന്ന്. സോ അതുകൊണ്ടാണ് ഇന്നൊരു ദിവസങ്ങളിൽ നീ വൃത്തി ആഹാരം കഴിക്കാൻ വേണ്ടി എനിക്ക് ഈ ഫുഡ് കൊണ്ടുവയ്ക്കുന്നതെന്ന് പറഞ്ഞ് അവൾ പറയുകയാണ്. എന്നിട്ട് ക്യൂട്ടായിട്ടൊരു റിയാക്ഷനും കൊടുക്കുകയാണ്. അവസാനം അവൻ ഫുഡ് വേണ്ടെന്നും പറയാൻ പറ്റുന്നില്ല, അവൻ അത്ര വിശന്നിരിക്കുകയാണ്. സോ അങ്ങനെ അവൻ ഫുഡ് കഴിക്കുകയാണ്. വിശന്നിരുന്ന ഒരു ആഹാരം കിട്ടുമ്പോൾ അതിന് രുചി വേറെയാണ്. സോ അവൻ ആ ബർഗർ അവൻ എന്നും കഴിക്കുന്നതിനേക്കാളും രുചിച്ചവൻ കഴിക്കുകയാണ് ആ ബർഗർ. സോ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം അടുത്ത ദിവസമായിട്ട് അവൻ ജോലിക്ക് വേണ്ടി അന്വേഷിച്ച് തിരിച്ചിറങ്ങുകയാണ്. അപ്പോഴാണ് അവനൊരു കാര്യം മനസ്സിലാവുന്നത്, അവൻ എവിടെ പോയാലും അവന് ജോലി കിട്ടില്ല, ബിക്കോസ് അവനൊരു മൈനറാണ്. സോ അവനൊരു ജോലി കിട്ടില്ല. അപ്പോഴാണ് ഒരു കാര്യം ആലോചിക്കുന്നത്, എനിക്ക് എന്റെ കയ്യിൽ ഒരു വിസിറ്റിംഗ് കാർഡ് ഉണ്ടല്ലോ, എനിക്ക് കേസൊക്കെ തന്നൊരു വിസിറ്റിംഗ് കാർഡ് ഉണ്ടല്ലോ, ആ സ്ഥലത്തേക്ക് നമുക്ക് പോയി നോക്കാമെന്ന് പറഞ്ഞ് അവൻ അങ്ങോട്ടേക്ക് പോകാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ അവ അഡ്രസ്സിലോട്ട് ഒരു ബസ് കയറിയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവൻ ബസ് ചെയ്യുന്ന സമയത്താണ് പുറകിലൊരു കപ്പിൾസ് ആണെന്ന് തോന്നുന്നു, ഒരു ബോയും ഒരു ഗേളും കൂടുതൽ സംസാരിക്കണമെന്നത്. ഇത്
അവനെ അത്ര ഇഷ്ടപ്പെടുന്നതല്ല ഇൻ ദ സെൻസ് ഓഫ് എന്താണ് ഈഗോ അല്ലെങ്കിൽ ഒരു ജലസ് എന്നൊക്കെ പറയില്ലേ. സോ അത് വന്നുകൊണ്ടിരിക്കുകയാണ് അവന്. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം എങ്ങനെയൊക്കെ കേസകിയുടെ അഡ്രസ്സിലോട്ട് വരികയാണ്. അപ്പോൾ വന്നപ്പോൾ തന്നെ ഒരു പെൺകുട്ടിയോട് ഉണ്ടായിരുന്നു. സോ അവൻ പെൺകുട്ടിയോട് കാര്യങ്ങളെല്ലാം പറയുകയാണ്. എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഒരാളെ കാണാൻ വന്നിരിക്കുകയാണ്. എങ്ങനെയാണെന്ന് പറഞ്ഞാൽ കാണാൻ ഒരുമാതിരി ഭ്രാന്തനെ പോലെ തോന്നും, ഭയങ്കര ഗാംഭീര്യമുള്ള സൗണ്ടാണ് എന്നൊക്കെ അവൻ പറയുകയാണ്. സോ നീ എന്റെ അങ്കിളിനെ കാണാൻ വന്നതാണെന്ന് ചോദിച്ചു. സോ കേസക്കി എന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ അങ്കിളായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് കേസക്കി എന്നാണെന്ന് അവൾ പറയുകയാണ്. പിന്നെ എന്റെ പേര് നട്സുമി എന്നാണെന്ന് കൂടെ അവൾ പറയുകയാണ്. എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ കേസക്കി തന്നെ അങ്ങോട്ട് വരികയാണ്. അങ്ങനെ കേസകിയുടെ അടുത്ത് അവൻ ഉള്ള കാര്യങ്ങളെല്ലാം തുറന്ന് പറയുകയാണ്. ഇതുവരെ സംഭവിച്ച എല്ലാ കാര്യങ്ങളും. നീ ഒന്നും വിഷമിക്കേണ്ട മോനെ, ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാം, നീ ഇവിടെ താമസിക്കുക എന്നൊക്കെ പറയുകയാണ് നമ്മുടെ കേസക്കി. അവസാനം നമ്മുടെ ഹൊഡോക്കയും അങ്ങോട്ടേക്ക് ജോയിൻ ചെയ്യുകയാണ്. കേസക്കി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു മാഗസിൻ പബ്ലിഷർ കമ്പനി ഉണ്ടല്ലോ, വെച്ചിരിക്കുന്ന ആളാണ്. ഒരു ചെറിയ കമ്പനിയാണത്. അതിൽ ഹൊഡോക്കയും ജോലിക്ക് ചേർക്കുകയാണ്. അവന്റെ ജോലി എന്താണെന്ന് പറഞ്ഞാൽ ഈ ജപ്പാനിൽ ഈ തുടർച്ചയായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. 24 മണിക്കൂറും തീരാത്ത മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അവിടെയുള്ള ആളുകളുടെ ഒരു വിചാരം എന്താണെന്ന് പറഞ്ഞാൽ ആ മഴ എങ്ങനെ തോരണം എന്ന് പറഞ്ഞാൽ ഒരു പെൺകുട്ടിയുണ്ട്, ശേഷാങ് എന്നൊരു പെൺകുട്ടിയുണ്ട്. ശേഷാങ് എന്ന് പറഞ്ഞാൽ സൂര്യദേവത. സോ അതുപോലുള്ള ശക്തിയുള്ള പെൺകുട്ടികൾ, സൂര്യദേവതയുടെ ശക്തിയുള്ള പെൺകുട്ടികൾ ഇപ്പോഴും ഇവിടെയൊക്കെ ഉണ്ട്. അവളൊന്ന് ഇരുന്ന് പ്രാർത്ഥിച്ച ഈ മഴയെല്ലാം തിരിച്ചു പോയിട്ട് തിരിച്ച് സൂര്യപ്രകാശം കൊണ്ട് ഒരാളെ കൊണ്ട് സാധിക്കുമെന്ന് കേസക്കി പറയുകയാണ്. ഇങ്ങനൊരു മിത്ത് ജപ്പാനിൽ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇതിനെക്കുറിച്ചാണ് നീ ഇൻവെസ്റ്റിഗേഷനും ചെക്ക് ചെയ്യാനുള്ളത് പറയുകയാണ്. ഇതാണ് നിന്റെ ജോലി എന്ന് കേസക്കി ഹൊഡോക്കയോട് പറയുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷം കാണിക്കുന്നത് എന്നെ ഈ രണ്ടുപേരും കൂടെ ഷാൻഷിങ് എന്ന് പറഞ്ഞ സൂര്യദേവത എന്ന് പറഞ്ഞ പെണ്ണിനെ കുറിച്ച് ഒരുപാട് പേരെടുത്ത് ചോദിക്കുകയും അതിനുള്ള അറിവുകളൊക്കെ തേടിയെടുക്കുകയാണ്. ഹൊഡോക്ക അങ്ങനെ കിട്ടുന്ന ന്യൂസ് എല്ലാം ശേഖരിച്ച് വയ്ക്കുകയാണ്. അവിടെയുള്ള ഏകദേശം എല്ലാ ജോലിയും അവൻ തന്നെ ചെയ്യുന്നത്. വേസ്റ്റ് എടുത്ത് കളയുന്നതും പിന്നെ ടോയ്ലറ്റ് കഴുകുന്നതും ഫോൺ കൊടുക്കുന്നതും തുണിയെല്ലാം കഴുകുന്നതും എല്ലാം അവൻ തന്നെ ചെയ്യുന്നത് അവിടെ. പക്ഷെ അവൻ സന്തോഷവാനുമാണ്, കാരണം അവനൊരു ജോലി കിട്ടിയെന്നുള്ള സന്തോഷം. ഇടയ്ക്കിടയ്ക്ക് കേസക്കിയുടെ കൂടെ അവൻ വെളിയിൽ കറങ്ങാനൊക്കെ പോകും. അങ്ങനെ ഒരു ദിവസം അവൻ മാർക്കറ്റിൽ നിന്ന സമയത്തായിരുന്നു. അവിടെ അപ്പോഴും ഇങ്ങനെ മഴ ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ പൊളിപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഈ മഴ തീരെയില്ല എന്നൊക്കെ പറഞ്ഞ് മെയിലായിട്ട് പൊളിപ്പിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഒരു പൂച്ചക്കുട്ടി അങ്ങോട്ട് കയറുന്നത് കാണുന്നത്. ആ പൂച്ചക്കുട്ടി എന്ന് പറഞ്ഞാൽ അവർക്ക് സ്കെൽറ്റ് ആയിട്ടുള്ള പൂച്ചക്കുട്ടിയാണ്. അത് കണ്ടപ്പോൾ തന്നെ അവന് മനസ്സിലായി പൂച്ചക്കുട്ടി നല്ല വിശന്നിരിക്കുന്നതാണെന്ന്. കാരണം അവന് അവസരം പോയിട്ടുണ്ട്. സോ ആ പൂച്ചക്കുട്ടിയെ പിന്തുടർന്നിട്ട് ആ പൂച്ചക്കുട്ടി കുറച്ച് ഫുഡ് വെച്ചെടുക്കാമെന്ന് അവൻ വിചാരിക്കുകയാണ്. അതിന് ആഹാരം വെച്ചു കൊടുക്കുകയാണ്. അപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. ഒരു പെൺകുട്ടി റോഡിൽ കൂടെ പോകുന്നതും ആ പെൺകുട്ടിയെ കുറെ ബുള്ളി ഗാങ്സ് എന്ന് പറഞ്ഞാൽ റൗഡി പയ്യന്മാര് ടീസ് ചെയ്യൂലേ, ബുള്ളി ചെയ്യുന്നത്. റെസ്റ്റോറന്റിൽ വെച്ച് എനിക്ക് ഫുഡ് തന്ന പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിയാണ് യോമാരിങ്ങനെ ടീസ് ചെയ്യുന്നത്, ബുള്ളി ചെയ്യുന്നത് മനസ്സിലായത് അവന്. സോ ആ റൗഡി പയ്യന്മാരുടെ അടുത്ത് നിന്ന് എങ്ങനെയെങ്കിലും അവളെ രക്ഷിക്കണമെന്ന് പറഞ്ഞ ഓടിപ്പോയിട്ട് ആ പെണ്ണിന്റെ കൈ പിടിച്ചിട്ട് റൗഡി പയ്യന്മാരുടെ അടുത്ത് നിന്ന് ഓടിപ്പോവുകയാണ്. തിരിച്ച് ആ പെണ്ണ് കൈ പിടിച്ച് ഓടിപ്പോവുകയാണ്. പുറകിൽ നിന്ന് റൗഡി പയ്യന്മാരിങ്ങനെ ഓടി വരികയാണ് അവരെ പിടിക്കാൻ വേണ്ടി. ഒരു ഘട്ടമായപ്പോൾ ഈ റൗഡി പയ്യന്മാർ അവിടെ പിടിച്ചിട്ട് തറയിൽ തള്ളിയിട്ടിട്ട് ഹീറോയിനെ രക്ഷിക്കാൻ വന്ന ഹീറോ എന്നൊക്കെ പറഞ്ഞ് അവനെ ഭയങ്കരമായിട്ട് അടിക്കുകയാണ്. അവനെ അടിക്കരുത്, അവൻ പാവമാണ് തോന്നി കരയെ വിളിക്കുകയൊക്കെ ചെയ്യണം. പക്ഷേ ഈ റൗഡി പയ്യന്മാര് അവന്നും കേൾക്കാതെ അവനെ ഇട്ട് നന്നായിട്ട് അടിക്കുകയാണ്. സോ അപ്പോഴാണ് ഹൊഡോക്ക ഒരു കാര്യം ആലോചിക്കുന്നത്. അവന്റെ കയ്യിലൊരു ഗണ്ണുണ്ടല്ലോ, അതെടുത്ത സേഫ്റ്റിക്ക് നമുക്ക് ചുമ്മാ എന്തായാലും ടോയ് ഗണ്ണല്ലേ, പൊട്ടയെന്നല്ലേ, അവന്മാരെ കാണിച്ച് പേടിപ്പിക്കാം എന്ന് പറഞ്ഞ് ആ ഗണ്ണെടുത്ത് അവന്മാരെ കാണിച്ച് പേടിപ്പിക്കുകയാണ്. പക്ഷെ അവന്മാര് പേടിച്ചതല്ല, കാരണം അവന്മാര് കേൾക്കുന്നതിനെ കളിപ്പെട്ടതൊക്കെ ആയിരിക്കും വിചാരിക്കുകയാണ്. അപ്പോൾ സഡനായിട്ട് ഹൊഡോക്ക ഷൂട്ട് ചെയ്ത് കാണിക്കുകയാണ്. പക്ക ഒറിജിനൽ സാധനമായിരുന്നു. ഇത് കണ്ട ഈ രണ്ട് റൗഡി പയ്യന്മാരും കൂടെ പേടിച്ച് പുറകിലോട്ട് പോയപ്പോൾ തന്നെ ഹീന ഹൊഡോക്കയും കൊണ്ട് ഓടിപ്പോവുകയാണ്. സോ അങ്ങനെ ഹീന ഹൊഡോക്കയോട് ഓടിച്ചു നിർത്തിയത് ഉപയോഗശൂന്യമായ ഒരു ബിൽഡിങ്ങിന്റെ അകത്തായിരുന്നു. അങ്ങനെ ഹീനയ്ക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ്. നിന്റെ കയ്യിൽ അങ്ങനെ ഗണ്ണ് വന്നത്, നീ അതിൽ കൊന്നിട്ടുണ്ടോ, നീ ചീത്തയായിട്ടുള്ള പയ്യനാണോ എന്നൊക്കെ ചോദിക്കുകയാണ് അവനടുത്ത്. അയ്യോ ഇത് അങ്ങനെയൊന്നും അല്ല, ഈ ഗണ്ണ് എന്റേതല്ല, എനിക്ക് തലേന്ന് കിട്ടിയതാണ്, ഞാൻ ചീത്തയായിട്ടുള്ള പയ്യനൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞ് അവൻ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ നോക്കുകയാണ്. എന്നെ നീ വിശ്വസിക്കുക എന്നൊക്കെ പറയുകയാണ്. ഇതൊന്നും വിശ്വസിക്കാൻ ഞാൻ കുട്ടിയല്ല എന്ന് പറഞ്ഞ് ഹീന ദേഷ്യപ്പെട്ടു പോവുകയാണ്. സോ ഹൊഡോക്കയ്ക്ക് അപ്പോൾ ആ സമയത്ത് പെട്ടെന്ന് കണ്ടുകൊണ്ടിട്ട് അവൻ കരയുകയാണ്. അവൻ എന്ത് ചെയ്യണമെന്ന് അറിയില്ല, കയ്യിരുന്ന് തോക്കെല്ലാം വലിച്ചെറിഞ്ഞിട്ട് അവിടെ ഇരുന്ന് കരയുകയാണ്. അപ്പോഴാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ഹീന പുറത്തോട്ട് പോയ ഹീന തന്നെ അകത്തേക്ക് വരികയാണ്. എന്നിട്ട് അവൾ പറയുകയാണ്, റെസ്റ്റോറന്റിൽ നിന്ന് എന്നെ പുറത്താക്കി, എന്റെ ജോലി പോയി. അതെന്ത് പറ്റിയെന്ന് അവൻ ചോദിക്കുകയാണ്. എനിക്ക് നീ ഫുഡ് തന്നുകൊണ്ടതാണോ? അല്ലല്ല, അതുകൊണ്ട് മാത്രമല്ല, എനിക്കും ആ ജോലി ഒന്നും ഇഷ്ടമല്ല, കാശും കുറച്ച് കിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഹൊഡോക്കയുടെ അടുത്തേക്ക് ഹീന വന്നിട്ട് അവിടെ ഇരിക്കുകയാണ്. അവന്റെ ഈ ബുള്ളി ചെയ്ത പയ്യന്മാരുണ്ടല്ലോ, ഇടിച്ച ഭാഗത്ത് ഒരു തഴമ്പ് വന്നിരിക്കുകയാണ്. അവിടെ കൈവച്ചിട്ട് നിനക്ക് വേദനിക്കുന്നുണ്ടോ എന്നൊക്കെ അവൾ ചോദിക്കുകയാണ്. ഞാൻ കാരണമുള്ളി നിന്നെ അടിച്ചത്, ഐ ആം സോറി എന്ന് അവൾ പറയുകയാണ്. അല്ലല്ല, അതൊന്നും കുഴപ്പമില്ല എന്ന് ഹൊഡോക്ക പറയുന്നുണ്ട്. സോ നീ വീട് ഇട്ട് ഓടി വന്നതാണല്ലേ, അതുപോലെയല്ല നീ ഫസ്റ്റ് ടൈമാണ് ടോക്കിയിൽ വരുന്നതും അല്ലേ, ഈ മഴയിൽ നിനക്ക് ഈ ടോക്കിയോ എന്ന സിറ്റിയുടെ സൗന്ദര്യം നിനക്ക് ആസ്വദിക്കാൻ പറ്റില്ല. സോ എന്റെ കൂടെ വാ, ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഹീന ഹൊഡോക്കയെ കൂട്ടിക്കൊണ്ട് പോവുകയാണ്. എവിടെയാണ് കൊണ്ടുപോകുന്ന പറഞ്ഞാൽ ഈ ബിൽഡിങ്ങിന്റെ ഏറ്റവും വലിയ റൂഫ് ഉണ്ടല്ലോ, അങ്ങോട്ടേക്കാണ് ഹീന ഹൊഡോക്കയെ കൊണ്ടുപോകുന്നത്. സോ അവിടെ നോക്കുമ്പോൾ നമുക്ക് എല്ലാം ആ സിറ്റി ഫുള്ള് കാണാൻ പറ്റും. പക്ഷേ അവിടെ നമുക്ക് ഇപ്പൊ നേരെ കാണാൻ പറ്റത്തില്ല, കാരണം അതെല്ലാം നശിപ്പിക്കുന്നത് ആരാണ്, നമ്മുടെ കാർമേഘവും മഴയുമാണ്. സോ അതുകൊണ്ട് നേരെ സിറ്റി കാണാനേ പറ്റുന്നില്ല. അപ്പോഴാണ് ഹീന ചോദിക്കുന്നത്, ഇവിടെ സൂര്യപ്രകാശം ഉണ്ടായിരുന്നെങ്കിൽ തന്നെ നമുക്ക് സൂപ്പറായിട്ട് കാണാമായിരുന്നു, അല്ലെങ്കിൽ ടോക്കിയോ സിറ്റി
ബ്യൂട്ടിഫുൾ ആയിട്ട് കാണാറുണ്ട്. അപ്പോൾ തന്നെ ഹൊഡോക്ക പറയുന്നത് ശരി തന്നെ, ഞാൻ ഇതുവരെ ഇവിടെ വന്നതിന് ശേഷം സൂര്യപ്രകാശം കണ്ടിട്ടേ ഇല്ല, എന്നും മഴ മാത്രമേ ഉള്ളൂ എന്ന് പറയുകയാണ്. സോ ഇത് കേട്ട ഹീന കണ്ണടച്ച് നിന്ന് പ്രാർത്ഥിക്കുകയാണ്. സോ അപ്പോൾ തന്നെ പ്രതിഭാസം പോലെ അവിടെയുള്ള മഴയെല്ലാം തിരിച്ച് ആകാശത്തേക്ക് പോവുകയാണ്. അതുപോലെ തന്നെ കാർമേഘങ്ങളിൽ നിന്ന് സൂര്യപ്രകാശം തിരിച്ചടിക്കുകയാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും ആ സൂര്യപ്രകാശം വന്നത് കണ്ട് ഭയങ്കരമായിട്ട് സന്തോഷിക്കുകയാണ്. ആ സിറ്റിയുടെ പാതി സ്ഥലവും സൂര്യപ്രകാശം ജ്വലിക്കുകയാണ്. ഈ ഹൊഡോക്ക ആണെങ്കിൽ അപ്പൊ അന്തം വിട്ട് വായുമ്പോളം നിൽക്കുകയാണ്, ഇവിടെ എന്താ നടക്കുന്നതെന്ന് ഒരു കൺഫ്യൂഷനിൽ നിൽക്കുകയാണ്. അപ്പോഴാണ് ഹൊഡോക്കയ്ക്ക് ഒരു കാര്യം മനസ്സിലാവുന്നത്, സൂര്യദേവത എന്ന് പറഞ്ഞാൽ അത് വെറും മിത്ത് മാത്രമല്ല, അത് ഉള്ളതാണ്. സൂര്യദേവത എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത് നിൽക്കുന്ന ഹീനയാണ് എന്നൊരു കാര്യം മനസ്സിലാക്കുന്നതാണ്. സോ ആ വെയിലടിച്ചപ്പോഴാണ് അവൻ നേരെ ഹീനയുടെ മുഖത്ത് നോക്കുന്നത്. ആ മുഖം അപ്പൊ അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. സോ എന്നറിയാത്ത ഹീനയോട് പ്രത്യേകിച്ച് ഒരു ഫീലിങ്സ് ഹൊഡോക്കയ്ക്ക് വരികയാണ്. സോ ആ സൂര്യപ്രകാശത്തിന്റെ കറക്റ്റ് ദേവതയാണെന്ന് തന്നെ വിചാരിക്കുകയാണ് അവള്. അപ്പൊ അവ ഇങ്ങനെ അന്തം വിട്ട് കുന്തം വിഴുങ്ങി ഇങ്ങനെ പറയുകയാണ്, എന്റെ പേര് ഹൊഡോക്കോ, നിന്റെ പേര് എന്താണെന്ന് ചോദിച്ചപ്പോ എന്റെ പേര് ഹീന എന്നവള് പറയുകയാണ്. അപ്പോഴാണ് ഹൊഡോക്കോ മനസ്സിൽ വിചാരിക്കുന്നത്, ഹൊഡോക്കോ ഹീന പേരിൽ നല്ല മാച്ചാണല്ലോ എന്ന് വിചാരിക്കുന്നത്. അവള് പറയുകയാണ്, എനിക്ക് 18 വയസ്സായെന്ന് പറയുകയാണ്. ഇത് കേട്ട ഹൊഡോക്കോ പെട്ടെന്ന് ഞെട്ടുന്നു. നിനക്ക് 18 വയസ്സാ? അപ്പൊ ഹീന പറയുകയാണോ, നിനക്ക് 16 വയസ്സായതുള്ളത് ചിരിക്കുകയാണ്. അപ്പൊ നീ എന്റെ ചേച്ചി എന്ന് മാത്രമേ വിളിക്കാവൂ എന്ന് ഹീന പറയുകയാണ്. സോ അങ്ങനെ പറഞ്ഞപ്പോ ഹൊഡോക്കോ പറയുന്നത്, നീ എന്നെ അങ്ങനെ മാത്രം വിളിക്കരുത്, നീ എന്നെ അനിയായിട്ട് കാണുകയെ ചെയ്യരുത് എന്ന് പറയുകയാണ്. ഓക്കെ എന്ന് ഹീന പറഞ്ഞിട്ട് നമുക്ക് ഫ്രണ്ട്സ് ആവാന്ന് ഹീന ചോദിക്കുകയാണ് ഹൊഡോക്കോ എടുത്ത്. സോ അങ്ങനെ അവിടെ വെച്ച് 2 ഷേക്കൻ്റെ കൊടുത്തിട്ട് നല്ലൊരു ഫ്രണ്ട്സ് ആവുകയാണ്. അപ്പോഴാണ് ഒരു കാര്യം മനസ്സിലാകുന്നത്, ഹീനയ്ക്ക് കുറച്ചു നേരം മാത്രമേ ഈ മഴ എന്നുള്ള സാധനത്തിന് പിടിച്ചെടുക്കാൻ പറ്റുള്ളൂ. അതിനുശേഷം മഴ വീണ്ടും വരികയാണ്. അടുത്തായിട്ട് കാണിക്കുന്നത് സ്കൂളിൽ പഠിക്കുന്ന പയ്യനാണ്. ഒരു സ്കൂളിൽ പഠിക്കുന്ന പയ്യൻ, ഞാൻ നിനക്കൊരു കാര്യം കാണിച്ചില്ലെന്ന് പറഞ്ഞ കൂട്ടുകാരനെ വിളിച്ചുകൊണ്ട് പോകുന്നത് കാണുന്നത്. എന്താണ് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ആകാശത്തിലെ മേഘത്തിന് പകരമായിട്ട് ഈ ആകാശത്ത് ഫുള്ള് വെള്ളം നിറഞ്ഞിരിക്കുന്നതാണ് കാണിക്കുന്നത്. ആ സമയത്ത് ഈ ഫസ്റ്റ് നമ്മൾ സീനിൽ കണ്ടില്ലേ, നമ്മൾ കപ്പലിൽ നിന്നപ്പോൾ പെട്ടെന്ന് വെള്ളം കോരി ഒഴിച്ചില്ലേ, സോ അതേപോലെ തന്നെ ബക്കറ്റിൽ നിന്ന് വെള്ളം കോരി ഒഴിക്കുമ്പോൾ അവിടെ ഫുള്ള് വെള്ളം കോരി ഒഴിക്കുകയാണ്. സോ ആ വെള്ളത്തിനൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ ഈ വെള്ളത്തിൽ തൊട്ട ആവി പോലെ പറന്നു പോകും. സോ അതൊക്കെ ഇങ്ങനെ സ്പെഷ്യാലിറ്റി ഒക്കെ സോഷ്യൽ മീഡിയയിൽ ഫുള്ള് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇതിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം. അങ്ങനെ ഹൊഡോക്കോ അങ്ങനെ ഹീനയുടെ വീട്ടിൽ പെട്ടെന്ന് പോവുകയാണ്. അങ്ങനെ ഹീന ആണെങ്കിൽ അവിടെ നിന്ന് എല്ലാം വെള്ളത്തിൽ അടുക്കി വെച്ചതിന് ശേഷം അവന് ഫുഡൊക്കെ വെച്ച് കൊടുക്കുകയാണ്. അപ്പോഴാണ് ഹൊഡോക്കോ ഹീനയുടെ ഒരു ഐഡിയ പറയുന്നത്, നിനക്കൊരു കഴിവുണ്ടല്ലോ, ഈ മഴയെ കളഞ്ഞിട്ട് നിനക്ക് സൂര്യപ്രകാശം കൊണ്ടുവരാൻ പറ്റുമല്ലോ. ഈ മഴ സമയത്ത് ഒരുപാട് പേർക്ക് ഫംഗ്ഷനും കല്യാണമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഈ മഴ കാരണം ഒരുപാട് എല്ലാം ക്യാൻസൽ ആയി പോയി. അവരുടെ അടുത്ത് പോയിട്ട് നീ കാര്യം പറ, എനിക്ക് വെയിൽ കൊണ്ടുവരാൻ പറ്റും എന്ന് പറഞ്ഞ് ഒരുപാട് കാശ് വാങ്ങായിരുന്നു. സോ ഹീനയ്ക്ക് അത് കേട്ടപ്പോൾ നല്ല ഐഡിയ ആയിട്ട് തോന്നിട്ട് ആശ്ചര്യത്തോടെ ഓക്കെ എന്ന് പറയുകയാണ്. സോ അങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇവരൊരു പോസ്റ്റ് ഇടുകയാണ് അതിനെ കുറിച്ചുള്ള. അപ്പോഴാണ് ഹൊഡോക്കോ ശ്രദ്ധിക്കുന്നത് വീട്ടിൽ ആരും ഉള്ളതായിട്ട് തോന്നുന്നില്ല. സോ അങ്ങനെ ഹൊഡോക്കോ ഹീനയോട് ചോദിക്കുകയാണ്, ഹീന നീ വീട്ടിൽ ഒറ്റയ്ക്കാണെന്ന് ചോദിക്കുകയാണ്. അപ്പൊ ഹീന പറയുന്നത്, അല്ലല്ല ഞാൻ ഒറ്റയ്ക്കല്ല, എനിക്കൊരു അനിയനുണ്ട്, അവന്റെ പേര് നാനി എന്നാണെന്ന് പറയുന്നത്. അപ്പൊ അപ്പോഴേക്കും ഞാൻ സ്കൂൾ വിട്ട് ഹീനയുടെ വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ തന്നെ ഹീന ഹൊഡോക്കയോട് അവൻ ഇൻട്രോഡ്യൂസ് ചെയ്യുകയാണ്, ഇവന്റെ പേര് നാനി, ഇവനാണ് എന്റെ അനിയൻ എന്നുള്ള കാര്യം. അപ്പോഴാണ് ഹൊഡോക്കോ അനിയനെ നോക്കിക്കൊണ്ട് നീയാണോ ഇങ്ങനെ എക്കോ എഫക്റ്റിൽ ചോദിക്കുന്നത്. ഭയങ്കര ഷോക്ക് ആവുകയാണ് നമ്മുടെ ഹൊഡോക്കോ. അത് വേറെ ആരുമല്ല, ബസ്സിൽ ഇരുന്നപ്പോഴേ കഴിഞ്ഞ ദിവസം ഹൊഡോക്കോ അഡ്രസ് കയറി പോയപ്പോൾ ബാക്കിലൊരു കപ്പിൾസ് എന്ന് പറഞ്ഞില്ലേ, സോ ആ പയ്യനാണ് ഇവൻ. സോ അതാണ് ഹീനയുടെ അനിയൻ. അപ്പോഴേക്കും അതെല്ലാം കഴിഞ്ഞതിന് ശേഷം സഡൻ ആയിട്ട് അവന്റെ ഫോണിൽ നിന്നൊരു നോട്ടിഫിക്കേഷൻ വരികയാണ്. മറ്റേ പോസ്റ്റ് ഇട്ടില്ലേ, സൂര്യപ്രകാശത്തിന്റെ പോസ്റ്റ്. അപ്പൊ തന്നെ ഫസ്റ്റ് പ്രപ്പോസൽ ആയിട്ടുള്ള ഫസ്റ്റ് ഓർഡർ വരികയാണ്. രണ്ടുപേരും അപ്പൊ തന്നെ ഞെട്ടുന്നു. അങ്ങനെ ആ പ്രപ്പോസലൊക്കെ അക്സെപ്റ്റ് ചെയ്തിട്ട് ജോലി ചെയ്യാമെന്ന് തീരുമാനിക്കുകയാണ്. പക്ഷെ അവിടെ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഹീന പോയിട്ട് അവിടെ പ്രാർത്ഥിച്ച് ഈ മഴയെല്ലാം പോയപ്പോൾ സൂര്യപ്രകാശം കൊണ്ടുവന്നാൽ അത് ചിലപ്പോൾ വലിയ പ്രശ്നത്തിലോട്ട് കൊണ്ടിടാം. സോ അതുകൊണ്ട് തന്നെ ഇവർക്ക് വേണ്ടി ഒരു പ്രോപ്പർട്ടി വേണം. പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു ആശ്ചര്യമുള്ള ഒരു ലൈക്ക് എന്തെങ്കിലും ഡിവൈൻ ശക്തിയുള്ള ഒരു സാധനം വേണം. അപ്പോഴാണ് ഹൊഡോക്കോ ഒരു കുട കാണിക്കുന്നത്. ആ കുടയിൽ ഇങ്ങനെ ഒരുപാട് ടോയ്സ് എല്ലാം തൂക്കിയിട്ടുണ്ട്. സോ ഈ കുട എന്ന് പറഞ്ഞൊരു പ്രത്യേകത ഉണ്ട്. ഈ കുട ഇങ്ങനെ വീട്ടിൽ കെട്ടിവെച്ചാൽ മഴ പോയിട്ട് വെയിൽ വരുമെന്ന് എല്ലാവരും വിശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊരു മിത്താണ്. സോ ഈ കുട ഒരു സീക്രട്ട് പ്രോപ്പർട്ടി ആയിട്ട് യൂസ് ചെയ്തിട്ട് വെയിൽ വരുന്നതായിട്ട് മറ്റുള്ളവരെ കവളിപ്പിക്കാമെന്ന് ഹൊഡോക്കോ പറയുകയാണ്. അപ്പോൾ ഹീനയ്ക്ക് അത്രയും കൺവിൻസിംഗ് ആയിട്ട് തോന്നിയില്ല. അപ്പോൾ ഹൊഡോക്കോ പറയണം, എനിക്കറിയാം നീ കൺവിൻസിംഗ് ആയില്ലെന്ന്, അതുകൊണ്ടാണ് എനിക്ക് വേറൊരു ഐഡിയ ഉണ്ടെന്ന് പറഞ്ഞിട്ട്, അതുകൊണ്ടാണ് നിന്റെ വീട്ടിലെ നിന്റെ അനിയൻ ഞാൻ ഈ ഒരു കോളേജിലാക്കി മാറ്റിയെന്ന് പറയുന്നത്. ഒരുമാതിരി കുട്ടിച്ചാത്തിന്റെ കോളേജിലാക്കി വിടുകയാണ് അവളുടെ അനിയനെ. അപ്പോഴാണ് ഹൊഡോക്കോ പറയുന്നത്, ഇനി വേറെ നാനിയല്ല, വെതർ നാനി എന്ന് പറയുകയാണ്. പക്ഷെ ഇവന്റെ അനിയൊന്നും ഇഷ്ടപ്പെടുന്നില്ല. എന്ന് പറഞ്ഞാൽ തലയൊക്കെ എടുത്ത് വലിച്ചുരിയുകയൊക്കെ ചെയ്യുകയാണ്. കാരണം നാനി എങ്ങനെയൊക്കെ സമാധാനപ്പെടുത്തിട്ട് എല്ലാവരും അങ്ങോട്ടേക്ക് പോവുകയാണ്. അങ്ങനെ ഹൊഡോക്കോ അവിടെ ചെന്നിട്ട് എന്തൊക്കെയോ മന്ത്രം പറയുന്നുണ്ട്. ഈ വെതർ നാനിയാണെങ്കിൽ ചുറ്റിക്കൊണ്ടേയിരിക്കുകയാണ്. അവിടെ നിന്ന് ദൂരെ നിന്ന് കാണുന്ന എല്ലാവരും കുട്ടികൾ എന്ത് ഭ്രാന്താ കളിക്കുന്നത് പറഞ്ഞ് ആഴച്ചൊല്ലി ചിരിച്ച് പറയുകയൊക്കെ ചെയ്യുകയാണ് അങ്ങോട്ടേക്കോട്ടും. ഈ സമയത്ത് ഹീന കണ്ണുകൂടി പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ തന്നെ ഈ മഴ നിന്നിട്ട് വെയിൽ വരികയാണ്. ഒറ്റം പറഞ്ഞ എല്ലാവരും അന്തം വിട്ട് വായുമ്പോഴും നിൽക്കുകയാണ്. സോ അങ്ങനെ നിങ്ങൾ വേറെ ലെവൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ എല്ലാവരും ഇവർക്ക് കാശും പൈസയും കൊടുക്കുകയാണ്. സോ അങ്ങനെ ഐഡിയ വർക്കായെന്ന് പറഞ്ഞ് 3 പേരും ഭയങ്കര സന്തോഷമായിട്ട് എൻജോയ് ചെയ്യുകയാണ്. സോ അങ്ങനെ ഈ ഐഡിയ ഫോളോ ചെയ്തിട്ട് അവർ ദിവസവും നല്ല കാശൊക്കെ സമ്പാദിക്കുന്നുമുണ്ട്. അവരെ ചെലവിനുള്ള കാശെല്ലാം ആകുന്നുമുണ്ട്. അപ്പൊ ആർക്കെങ്കിലും വെയിലിന്റെ ആവശ്യം ഉണ്ടെങ്കിൽ അവിടെ പോയി പ്രാർത്ഥിക്കും, വെയിൽ വരും. സോ അങ്ങനെ ഒരു കുറെ പൈസ ഉണ്ടാക്കുകയാണ്. അവിടെ ഇനി എന്ത് വലിയ ഇവന്റ് നടന്നാലും ഇനി മഴയായിട്ട് ക്യാൻസൽ ആയി ഇവരാണ് ഫുള്ളായിട്ട് ഹെൽപ്പ് ആകുന്നത്, ഹെൽപ്പ് ചെയ്യുന്നത്. ടിവിയിലൊക്കെ ഇവരെ കുറിച്ചൊക്കെ ന്യൂസൊക്കെ വന്ന് ഭയങ്കര എൻജോയ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന അവരുടെ ലൈഫല്ല. സോ ഹൊഡോക്കയ്ക്ക് ലവ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫീലിങ്സ് കൂടിക്കൊണ്ടിരിക്കുകയാണ് അവളോടത്ത്. പറയണമെന്നും ഉണ്ട് അവന്. അവൾ ചെയ്യുന്ന എല്ലാ കാര്യവും അവന് ക്യൂട്ടായിട്ട് തോന്നിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ലവ്
ലവ് കൊണ്ട് കണ്ണ് നിറഞ്ഞാലേ അവരെന്ത് ചെയ്താലും നമുക്ക് ക്യൂട്ടായിട്ട് തോന്നും. സോ അങ്ങനെ ഒരു ഫീലിങ്സ് ഹൊഡോക്കൊക്കെ ഹീനെടുത്ത് വന്നേ. സോ അങ്ങനെ അവിടെ ബർത്ത്ഡേ വരാറായിട്ടുണ്ട്. സോ ബർത്ത്ഡേക്ക് അവ എവിടെ നിന്നൊക്കെയോ ഗിഫ്റ്റ് ഒക്കെ നോക്കി പല കടകളും കയറി ഇറങ്ങിയിട്ട് ഏതോ ഗിഫ്റ്റ് വാങ്ങിച്ചവൻ കയ്യിൽ വെച്ചേക്കാണ് കൊടുക്കാൻ വേണ്ടി. ഒരു ദിവസം റോഡിൽ ഇവർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ഇങ്ങനെ നടന്ന് പൊയ്ക്കൊണ്ടിരുന്നപ്പോ അവന്റെ പ്രപ്പോസൽ പറയാൻ വന്ന് അവളടുത്ത് നടന്നു പോയപ്പോ പെട്ടെന്ന് അവളോടൊന്ന് മറഞ്ഞു പോവുകയാണ്. ഹൊഡോക്ക് അപ്പൊ ഹീന എന്ന് പറഞ്ഞ് വിളിച്ചപ്പോഴാണ് ഹീന മേലിൽ പറന്നുകൊണ്ടിരിക്കുന്നത് കാണുന്നത്. പതുക്കെ അവൾ തറയോട്ട് ഇറങ്ങുകയാണ്. നിനക്ക് എന്ത് പറ്റും, നിനക്ക് എങ്ങനെയാണ് ഈ പവർ വന്നതെന്ന് അവൻ ചോദിച്ചപ്പോ എല്ലാ കാര്യവും അവള് തുറന്ന് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള സമയത്ത് മഴ പെയ്തുകൊണ്ടിരുന്നതും അവൾ അങ്ങോട്ട് ചെന്നതും അവൾ പ്രാർത്ഥിച്ചതും ഇങ്ങനെ സംഭവിച്ചതും എല്ലാം പറയുകയാണ്. സോ ഇതെല്ലാം തുറന്ന് പറഞ്ഞതിന് ശേഷം തിരിച്ച് വീട്ടിലേക്ക് തന്നെ വരികയാണ്. അപ്പോഴാണ് ആ സമയത്ത് ഒരു പോലീസ് വീട്ടിലോട്ട് വരുന്നത്. അപ്പൊ തന്നെ ഹീന ചോദിക്കുന്നത് എന്താ കാര്യം, എന്താ ഇവിടെ വന്നെന്ന് ചോദിക്കുകയാണ്. അപ്പോഴാണ് പയ്യന്റെ ഫോട്ടോ കാണിക്കുന്നത്. വേറെ ആരുമല്ല, നമ്മുടെ ഹൊഡോക്ക തന്നെയാണ്. ഹൊഡോക്ക ഈ ഗണ്ണ് വെച്ചുകൊണ്ടിരിക്കുന്നതാണ് കാണിക്കുന്നത്. സോ അത് CCTV ക്യാമറയിൽ പതിഞ്ഞായിരുന്നു. സോ ഈ പയ്യനെ നിനക്ക് അറിയാമോ, എല്ലാവരും പറയുന്നത് നിന്റെ കൂടെയാണ് ഈ പയ്യൻ നിൽക്കുന്നത് എന്നൊക്കെയാണ് പറയുന്നതാണ് പറഞ്ഞത് എന്നൊരു ഇൻഫർമേഷൻ ആണ് ഈ പോലീസിന് കിട്ടിയത്. സോ അതുകൊണ്ടാണ് പെൺകുട്ടിയുടെ വീട്ടിലോട്ട് പോലീസ് തിരക്കി വന്നിരിക്കുന്നത്. ഹീനയെ എനിക്കൊന്നും അറിയില്ല എന്നൊക്കെ കാര്യങ്ങൾ പറയുകയാണ്. അപ്പോഴാണ് പോലീസ് ഒരു വിഷയം നോട്ട് ചെയ്യുന്നത്. എന്താണെന്ന് പറഞ്ഞാൽ ഹീനയും അവന്റെ അനിയത്തിയും മൈനറാണ്. സോ പേരൻസ് ഇല്ലാതെ വീട്ടിൽ ഒറ്റയ്ക്ക് ഇങ്ങനെ താമസിക്കുന്നതാണ് പോലീസ് നോക്കുന്നത്. സോ അങ്ങനെ പോലീസിന്റെ കസ്റ്റഡിയിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞ് പോലീസ് വിചാരിക്കുകയാണ്. സോ ഇതിനു മേളിൽ ഇവിടെ ഇരുന്ന അത് ആപത്താണെന്ന് വിചാരിച്ച് ഹൊഡോക്ക ഹീനയെയും അവളുടെ അനിയനെയും കൂട്ടിയിട്ട് കീസക്കിയുടെ ഓഫീസിലേക്ക് കൊണ്ടുപോവുകയാണ്. പക്ഷെ കീസക്കി എന്താണെന്ന് പറഞ്ഞാൽ എന്നോട് പറ്റില്ലെന്ന് പറയുകയാണ്. കാരണം അദ്ദേഹത്തിന്റെ ഓഫീസിലും പോലീസ് വന്നിരിക്കുകയാണ്. ഒരു കൊച്ചു കുട്ടിയെ നീ ജോബിന് ചേർത്തെന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് ഇദ്ദേഹത്തിനെ വരട്ടിയിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് നിനക്ക് ഇനി എന്റെ കൂടെ വരാൻ പറ്റില്ല എന്ന് പറയുകയാണ്. എന്നിട്ട് കയ്യിലുള്ള കാശ് കൊടുത്ത് കൊടുക്കുകയാണ്. സോ ഇപ്പൊ എവിടെ പോകണമെന്ന് അറിയില്ല. 3 പേർ ഇങ്ങനെ റോഡിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഈ സമയത്ത് ജപ്പനിൽ ഫുള്ള് മഴ നിൽക്കാത്ത രീതിയിൽ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ജപ്പനിലെ ടെമ്പറേച്ചറും ഫുള്ളായിട്ട് ലോ ആയിരിക്കുകയാണ്. സോ ഈ ടോക്കിയോ സിറ്റിയുടെ മധ്യഭാഗത്തായിട്ട് ഒരു വലിയൊരു കൊടുങ്കാറ്റ് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അത് അടങ്ങുന്നതല്ല, അത് അങ്ങനെ തന്നെ ഇരിക്കുകയാണ്. ഇവരങ്ങനെ എല്ലാ ഹോട്ടലിലും കയറി ചോദിക്കുകയാണ് വല്ല റൂമുണ്ട്. പക്ഷെ ഒരു ഹോട്ടലിൽ റൂമില്ല, കൊടുക്കുന്നതുമില്ല. ബിക്കോസ് അവർ മൈനർ ആയതുകൊണ്ട് തന്നെ. സോ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഒരു ഹോംലെസ് പോലെ റോഡിൽ ഇരിക്കുകയാണ്. പോലീസ് അങ്ങനെ അവരടുത്ത് വന്നിട്ട് ആര് നിങ്ങൾ എവിടെ നിന്ന് വരും നിങ്ങളുടെ ID ചോദിക്കുകയാണ്. ആ സമയത്ത് ഹൊഡോക്കയെയും അവർ ഐഡന്റിഫൈ ചെയ്യുകയാണ് ഇവരാണ് ആ ഗണ്ണ് വെച്ചിരുന്നത് എന്നുള്ള കാര്യം. ഹൊഡോക്കയെ അങ്ങനെ അറസ്റ്റ് ചെയ്യാൻ ട്രൈ ചെയ്യുകയാണ്. ഹൊഡോക്ക ഇങ്ങനെ പെട്ടെന്ന് മാറി ഓടാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ പറ്റുന്നില്ല. പോലീസ് പിടിച്ച് അറസ്റ്റ് ചെയ്യുകയാണ്. ഹീനയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാനും പറ്റുന്നില്ല. അതേ സമയത്ത് ഹീനയ്ക്ക് ദേഷ്യം വന്ന അതേ സമയത്ത് തന്നെ ഈ ആകാശത്ത് നിന്ന് ഭയങ്കര മിന്നൽ വന്നിട്ട് അത് നേരെ അടിക്കുന്ന ഒരു ലോറിയുടെ പുറത്തായിരുന്നു. അവിടെ ഫുള്ള് പൊട്ടിത്തെറിക്കുകയാണ്. ആ സമയത്ത് ഹൊഡോക്ക ഹീനയും അവളുടെ അനിയനും കൂടെ അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഓടുകയാണ്. ഇത് ചെയ്തതിനു ശേഷം അവളുടെ കൈ ഒരു വാട്ടർ പോലെ ആവുകയാണ്. സാധനം ശ്രദ്ധിക്കാതെ എങ്ങനെയൊക്കെ ഹോട്ടലിന്റെ റൂമിലേക്ക് പോവുകയാണ്. അങ്ങനെ ഫൈനലി അവർക്ക് റൂം കിട്ടിയിരിക്കുകയാണ്. ആ റൂം ഭയങ്കര വലിയ റൂമായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് എൻജോയ് ചെയ്യുകയാണ് അവരെല്ലാരും കൂടെ. അവിടെ എന്തൊക്കെ കിട്ടുന്നോ അത്രയും കഴിക്കുകയാണ്. ഭയങ്കര എൻജോയ്മെന്റ് ആയിട്ട് ആ നൈറ്റ് ഫുള്ള് പോവുകയാണ്. ഇപ്പോഴാണ് ഹൊഡോക്കയുടെ മനസ്സിൽ പോകുന്നത് ഇതാണ്, ദൈവമേ എനിക്ക് ഇതിന്റെ കൂടുതൽ ഒന്നും വേണ്ട, നിങ്ങൾക്ക് ഒന്നും തരേണ്ട ആവശ്യവുമില്ല. അപ്പൊ എന്റെ കയ്യിൽ എന്തുണ്ട് അത് മാത്രം എന്നെ വിട്ടു പോകരുത്, നമുക്ക് ഇത് മാത്രം മതി എന്ന് പറഞ്ഞ് സന്തോഷമായിട്ട് അവൻ മനസ്സിനെ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ നൈറ്റ് ടൈം ആയിട്ടുണ്ട്. ഹനിയും കിടന്നുറങ്ങിപ്പോയി. ആകെ ഉറങ്ങാത്തത് ഈ ഹൊഡോക്കയും ഹീനയും മാത്രമാണ്. ഇപ്പോഴാണ് ഹീന ഒരു കാര്യം നിന്നെ കാണിക്കണം എന്ന് പറഞ്ഞ് അവളുടെ ഡ്രസ്സിന്റെ ഒരു ഭാഗം ഇങ്ങനെ അയച്ചു കാണിക്കുന്നത്. നീ എന്തിനാ അയക്കുന്നു ആശ്രിത നോക്കിയപ്പോഴാണ് അവളുടെ ആ ഒരു ശരീരത്തിലെ പാതി ഭാഗം വാട്ടറായിട്ട് മാറിക്കുന്നത് കാണുന്നത്. ഹീന എന്ത് പറ്റി നിന്റെ ശരീരത്തിനും ചോദിക്കുകയാണ്. ഞാൻ ഓരോ സമയം പ്രേ ചെയ്ത് സൂര്യപ്രകാശം വരുമ്പോഴും എന്റെ ശരീരം ചെറുതായിട്ട് വാട്ടറായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ വിഷയം നേരത്തെ അറിയാം. അപ്പോഴാണ് അവൻ പറയുന്നത് നിനക്ക് നേരത്തെ അറിയായിരുന്നു, പിന്നെ എന്തിനാ നീ ഇതൊക്കെ ചെയ്തെന്ന് ചോദിക്കുകയാണ്. എല്ലാം നിനക്ക് വേണ്ടിയാണെന്ന് പറയുകയാണ്. നീ എപ്പോ ആ സൂര്യപ്രകാശം കാണുന്നുണ്ട് നീ അത്രയും സന്തോഷപ്പെട്ടിരുന്നു. സോ അത് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ചെയ്തതെന്ന് പറയുകയാണ്. പിന്നെ നമ്മൾ ചെയ്ത ജോലി നിനക്ക് ഇഷ്ടപ്പെട്ടിരുന്നു, പിന്നെ നിന്നെ എനിക്ക് കവളിപ്പിക്കാൻ തോന്നിയിട്ടില്ല, നീ എനിക്ക് സന്തോഷമായിട്ടിരിക്കണം, അതിനു വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ ചെയ്തതെന്ന് നമ്മൾ പറയുകയാണ്. ഇത് കേട്ട് ഉടക്കം നന്നായിട്ട് കരയുന്നുണ്ട്. എന്നിട്ട് പെട്ടെന്ന് കെട്ടിപ്പിടിക്കുകയാണ് ഹീനയെ. ഇനി നമുക്ക് ഈ ജോലി ചെയ്യേണ്ട ഒരു ആവശ്യവുമില്ല, ഞാൻ ഇനി ജോലിക്ക് പോകാം, നിനക്ക് വേണ്ടി ഞാൻ ജോലിക്ക് പോകാം, ഞാൻ സമ്പാദിക്കും, നീ ഇനി പ്രേ ചെയ്യരുത്, ഇനി പ്രേ ചെയ്യാതിരുന്ന എല്ലാം നോർമൽ ആകും, എനിക്ക് ഒരേ ഒരു പ്രോമിസ് മാത്രം നീ ചെയ്യണം, നീ ചെയ്യില്ല, ഇത് ഒരിക്കലും നീ ചെയ്യില്ല എന്ന് പറഞ്ഞ് മാത്രം നീ പ്രോമിസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഹീനയ്ക്ക് വേണ്ടി ഹീനയുടെ ബർത്ത്ഡേക്ക് വേണ്ടി ഒരു വാങ്ങിച്ചൊരു റിംഗ് ഉണ്ടാവും. ആ റിംഗ് ഹീനയുടെ കയ്യിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. എപ്പോഴും നീ എന്റെ കൂടെ തന്നെ കാണണം, നീ എന്നെ വിട്ട് പോകരുത് എന്നൊക്കെ അവൻ പറയുകയാണ്. കോഴ്സ് എനിക്ക് ഇതിന് ഇഷ്ടമാണ്, എനിക്ക് ഇതിന് അത്രയ്ക്ക് ഇഷ്ടമാണ്, ഐ ലവ് യു എന്ന് പറഞ്ഞ് പ്രപ്പോസ് ചെയ്യുകയാണ്. അവൾക്ക് ഇത് കേട്ട് ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. അതേ സമയത്ത് അവൾ ശരീരത്തിന് അലയിച്ചൊക്കെ ചെറിയ ദുഃഖം വരുന്നുണ്ട്. സോ അങ്ങനെ കുറെ നേരം കഴിഞ്ഞ് കുറയുകയാണ്. അപ്പൊ സോറ കിടക്കുന്ന ഹോളൊക്കെ കണ്ടോണ്ട് ഹീന ആലോചിക്കുകയാണ്, പണ്ട് ഒരു ദിവസം നീ റെസ്റ്റോറന്റിൽ നിന്നില്ലേ, എന്നെ കാണാൻ പാവമായിട്ട് തോന്നി എനിക്ക്, ആ സമയത്തൊക്കെ ഫുഡ് കൊണ്ടുവന്നത്, ഈ റൗഡി പയ്യന്മാരെ വിരട്ടിയപ്പോ നീ എന്റെ കൈ പിടിച്ച് കൊണ്ടുപോയതും എനിക്ക് വേണ്ടി ആരോ ഒരുത്ത ഉണ്ടെന്ന് ഒരു ധൈര്യം എനിക്കപ്പോ ഉണ്ടായിരുന്നു, അതെല്ലാം ആലോചിച്ച് ഞാൻ സന്തോഷിക്കുകയും ചെയ്തിരുന്നു. അന്ന് മുതൽ ഞാൻ നിന്നെ ലവ് ചെയ്യാൻ ആരംഭിച്ചിരുന്നു, നീ കഴിഞ്ഞെനിക്ക് വേറെ ഒന്നുമില്ല. സോ അതുകൊണ്ട് നിന്റെ സന്തോഷത്തിന് വേണ്ടിയാണ് ഞാൻ എല്ലാം ചെയ്തത് തന്നെ. അപ്പൊ അങ്ങനെ ഇപ്പൊ ഞാൻ ചെയ്യാതിരുന്നാലും ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരുന്ന ജപ്പാൻ ഫുള്ള് വെള്ളത്തിലായി പോകും. ജപ്പാൻ വെള്ളത്തിലായിട്ട് നമ്മൾ രണ്ടുപേരും പണിക്കുന്നതിന് പകരം ഈ മഴ ഫുള്ളായിട്ട് നിന്നാൽ നീ സന്തോഷമായിട്ടിരിക്കുമല്ലോ, നിനക്ക് ജീവിതം സന്തോഷമായിട്ട് ജീവിക്കാം, അത് മാത്രം എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞിട്ട് ഹീന അവളത്തിനെ സാക്രിഫൈസ് ചെയ്തിട്ട് ആ മേഘത്തിന് മേളിലുള്ള ഒരു ഗാർഡൻ ഉണ്ടല്ലോ അങ്ങോട്ടേക്ക് ഹീന പോവുകയാണ്. ഇതിന് മേളിൽ അവൾക്ക് ഭൂമിയിൽ വരാനേ പറ്റില്ല, അവൾ അവിടെ പെട്ടുപോവുകയാണ്. ഹീനയുടെ കയ്യിൽ അപ്പോഴാണ് മറ്റേ ഹൊഡോക്ക കൊടുത്ത റിംഗ് ശ്രദ്ധിക്കുന്നത്. പക്ഷെ ആ റിംഗും കയ്യിൽ നിൽക്കാതെ ഇങ്ങനെ ഇളകി പോവുകയാണ്. അത് അവൾ ക്യാച്ച് ചെയ്യാൻ നോക്കുന്നുണ്ട്, പക്ഷെ അത്
അതൊന്നും പോലും പറ്റുന്നില്ല, കാരണം അവളെ കൈ ഒരു വെള്ളം പോലെയല്ല. അതുകൊണ്ട് ക്യാച്ച് ചെയ്യാൻ പറ്റാതെ ആ മോതിരവും തറയിൽ വീഴുകയാണ്. സോ അവളങ്ങനെ അവിടെ തന്നെ ജീവിക്കുകയാണ്. സോ അവിടെ അടുത്ത ദിവസമായിട്ട് പെട്ടെന്ന് നമ്മുടെ ഹോഡോക്ക് കണ്ണു നോക്കുകയാണ്. അടുത്ത് നോക്കിയപ്പോൾ ഹീനയും കാണാനില്ല, അവളുടെ ഡ്രസ്സ് മാത്രമേ ഉള്ളൂ അവിടെ. ഹീനയ്ക്ക് എന്ത് പറ്റിയെന്ന് ആലോചിച്ചിരുന്നപ്പോഴേ പെട്ടെന്ന് പോലീസ് അവനെ കണ്ടുപിടിക്കുകയാണ്. ഹീനയുടെ അനിയനെയും ഇവനെയും അറസ്റ്റ് ചെയ്യുകയാണ്. സോ അങ്ങനെ ഹോഡോക്കെ പോലീസ് വെളിയിൽ കൂട്ടിക്കൊണ്ടുവരികയാണ്. അപ്പോഴാണ് വെളിയിൽ നിന്ന് നോക്കിയപ്പോഴാണ് അവൻ ശ്രദ്ധിക്കുന്നത് അവിടെ ഫുള്ള് വെയില്, സൂര്യപ്രകാശം, മഴ കാണുന്നതേ ഇല്ല. ആ സമയത്തിന്റെ മുന്നിലായിട്ട് മേളില് ആകാശത്തിന്റെ ഒരു സാധനം വന്ന് വീഴുകയാണ്. അത് വേറെ ഒന്നുമല്ല, നമ്മൾ ഹോഡോക്ക് കൊടുത്ത മോതിരമാണ്. സോ അപ്പോഴാണ് അവർ മനസ്സിലായത് ഹീന അവളെ തന്നെ സാക്രിഫൈസ് ചെയ്തിട്ടാണ് രക്ഷിച്ചിരിക്കുകയാണെന്ന്. സോ അപ്പൊ തന്നെ അവ ആകാശത്തോട്ട് നോക്കിയിട്ട് ഹീന എവിടെ പോയി, നീനെ വിട്ടിട്ട് എവിടെ പോയി ചോദിച്ചിട്ട് ആളെ വിളിക്കുകയാണ്. സോ ആ സമയത്ത് തന്നെ എന്റെ പോലീസ് എല്ലാം പിടിച്ചോണ്ടാണ് ജയിലിലേക്ക് കൊണ്ടുപോവുകയാണ്. സോ ഹീന എവിടെയെന്ന് ഹോഡോക്കോട് ചോദിച്ചപ്പോൾ കാരണം ഹീനയ്ക്ക് ആകെ 15 വയസ്സ് മാത്രമേ ആയിട്ടുള്ളൂ പോലീസ് പറയുകയാണ്. സോ ഇതെല്ലാം കേട്ടപ്പോൾ ഭയങ്കര ടെൻഷനാകുന്നു. അപ്പൊ 18 വയസ്സും പോലും ആയില്ല, അപ്പൊ എന്നെക്കാളും ചെറിയ കുട്ടിയാണോ എന്നെല്ലാം അവന്റെ മനസ്സിൽ വരികയാണ്. എടാ ഹീന എവിടെ പോയി നിനക്ക് അറിയാമോ എന്നാ പോലീസ് ചോദിച്ചപ്പോ അവൻ പറയുന്നത് അവൾ ആകാശത്തേക്ക് പോയി, അവള് വെള്ളമായിട്ട് മാറി, അവൾ എല്ലാവർക്കും വേണ്ടി അവളെ തന്നെ സാക്രിഫൈസ് ചെയ്തു എന്നൊക്കെ പോലീസിനോട് ചുമ്മാ പറയുകയാണ്. പക്ഷെ പോലീസ് എന്ത് ചെയ്യും, എന്തിന് പ്രാന്ത വിളിച്ച് പറയുന്ന ആ രീതിയിൽ നിൽക്കുകയാണ്. അപ്പൊ അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിരിക്കുന്ന സമയത്ത് പോലീസിനടുത്ത് പറയുകയാണ്, സാർ പ്ലീസ് സാർ, ഞാൻ അവളെ ലാസ്റ്റ് ആയിട്ട് ഒരു പ്രാവശ്യം മാത്രം കണ്ടിട്ട് വരാം എന്നൊക്കെ പറയുകയാണ്. അവൾക്ക് എവിടെ നിന്നാണോ പവർ കിട്ടുന്നത്, ഞാൻ അങ്ങോട്ടേക്ക് പോയി എനിക്കും അവളെ കാണാൻ പറ്റും എന്നൊക്കെ അവൻ പറയുകയാണ്. ഞാൻ പ്രോമിസ് ചെയ്യാൻ തിരിച്ചു വരാം എന്നൊക്കെ പറയുകയാണ്. പോലീസ് ആരും അങ്ങനെ ഇവന്റെ വാക്ക് കേൾക്കുന്നതിലും ശ്രദ്ധിക്കുന്നതുമില്ല, കാരണം പിള്ളേരെന്തോ വട്ടായിട്ട് വിളിച്ച് പറയുന്നത് എന്ന രീതിയിലാണ് കാണിക്കുന്നത് പോലീസ്. ഇനി അവന്മാരുടെ ഇതിനെ പറഞ്ഞിട്ട് കാര്യമില്ല, അവന്മാർ വിശ്വസിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഹോഡോക്കയ്ക്കുള്ള ദേഷ്യമെല്ലാം വന്ന് അവിടെ നിന്ന് എങ്ങനെയെങ്കിലും എസ്കേപ്പ് ആവാൻ നോക്കുകയാണ്. അങ്ങനെ ഹോഡോക്ക് അങ്ങനെ അവിടെ നിന്ന് ഓടുകയാണ്. പോലീസ് എങ്ങനെയൊക്കെ തടുക്കുന്നുണ്ട്, പക്ഷെ അതൊക്കെ മാറിയിട്ട് എങ്ങനെയൊക്കെ എസ്കേപ്പ് ആവുകയാണ്. അവിടെ നിന്ന് ഹോഡോക്കോ അങ്ങനെ വേഗം ഓടുകയാണ്. ഹീനയ്ക്ക് എവിടെ നിന്ന് പവർ കിട്ടിയോ അങ്ങോട്ടേക്ക് ഓടുകയാണ്. സോ ഇടയ്ക്ക് വെച്ച് നാച്ചുമി ഒരു പെണ്ണുണ്ടല്ലോ, ഇവനെ ഹെൽപ്പ് ചെയ്ത പെണ്ണ്, സോ അവളും കൂടെ ഇവനെ കൊണ്ട് കൂട്ടിക്കൊണ്ട് പോവുകയാണ്. എവിടെ വെച്ചാണോ ഹീനയ്ക്ക് പവർ കിട്ടി അങ്ങോട്ടേക്ക് കൊണ്ടുപോവുകയാണ്. സോ ഒരു ഘട്ടത്തിന് മേളിൽ ആ വെള്ളം കാരണം അങ്ങോട്ടേക്ക് വണ്ടി കയറുന്നില്ല. സോ അവൻ അങ്ങനെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി അങ്ങോട്ടേക്ക് ഓടുകയാണ്. അപ്പോഴാണോ ദൂരത്തിലൊരു മേഘം കാണുന്നത്. ആ മേഘം എന്ന് പറഞ്ഞാൽ ചെറുതായിട്ട് ചുരുക്കൊണ്ടിരിക്കുകയാണ്. അത് ഫുള്ളായിട്ട് ചുരുങ്ങുന്നതിന് മുന്നേ അങ്ങോട്ടേക്ക് എത്തണമെന്നാണ് അവന്റെ പ്ലാനിങ്. എന്നാലും അവിടെ കാണാനും പറ്റുള്ളൂ. കാരണം എല്ലാവരും അവിടെ നോക്കിക്കൊണ്ട് വഴക്കുറയാണ്. ആരിങ്ങനെ പ്രാന്ത് പിടിച്ച് ഓടുന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് വഴക്ക് പറയുകയാണ്. അങ്ങനെ അവസാനം മറ്റേ വാസനത്ത് വന്നിരിക്കുകയാണ്. പക്ഷെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ പോലീസും ഹോഡോക്കെ ചുറ്റിരിക്കുകയാണ്. പക്ഷെ ഹോഡോക്കടുത്ത് ഗണ്ണുണ്ടല്ലോ, അത് വെച്ച് ആ പോലീസിനെ എയിം ചെയ്യുകയാണ്. അപ്പോഴാണ് കേസൊക്കെ പറയുന്നത്, കേസൊക്കെ അവൻ ഉണ്ടായിരുന്നു, അവൻ ചെറിയ കുട്ടില്ല, അവൻ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് കേസൊക്കെ ചോദിക്കുന്നത് തന്നെ. പക്ഷെ പോലീസുകാർ അവന്റെ മൈൻഡ് പോലും ചെയ്യുന്നില്ല. അപ്പോൾ തന്നെ ഹോഡോക്കെ പറയുന്നത്, പ്ലീസ് എനിക്ക് എന്നെ വീട്, എനിക്ക് അവളെ കാണുമെന്ന് പറയുകയാണ്. ലാസ്റ്റ് ഒരു പ്രാവശ്യം കണ്ടായെന്ന് പറയുകയാണ്. അവർക്ക് അറിയിക്കാതിരുന്നത്. പക്ഷെ ആ സമയത്ത് ബോയ്സ് മണ്ടന്മാരപ്പോഴൊന്നും കേൾക്കാതിരിക്കുകയാണ്. ഇത് കണ്ട കേസൊക്കെ ദേഷ്യം വന്നിട്ട് പെട്ടെന്ന് പോലീസിനെല്ലാം പിടിച്ചായിട്ട് പെട്ടെന്ന് ഹോഡോക്കയോട് പോയി കണ്ടിട്ട് വരാൻ പറയുകയാണ്. അവ അവിടെ നെയ്ച്ചിട്ട് മുഖത്തോടെ മുറിവുകളൊക്കെ ആയിട്ട് എങ്ങനെയൊക്കെ അവിടെ നിന്ന് ഓടി പോവുകയാണ്. സോ അവന്റെ കോവിലെത്തിയിട്ട് ആ സമയത്ത് അവന് മേലോട്ട് പറന്നു പോവുകയാണ്. അപ്പോൾ അവിടെ വെച്ച് അവൻ ഹീനയെ കാണുകയാണ്. ഹീന ഇങ്ങനെ ഭയങ്കര വിഷമത്തിൽ അവിടെ കിടന്ന് ഉറങ്ങുകയാണ്. ചുറ്റും ഫുള്ളും മീനുകളും ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഹീനയുടെ കാതില്ലേ, ഹീന ഞാൻ വന്നു നീ പെട്ടെന്ന് ഇരിക്കുന്ന സൗണ്ട് കേൾക്കുന്നത്. ഹീനയ്ക്ക് ഇത് വിശ്വസിക്കാൻ പറ്റുന്നില്ല, മേളിൽ ഹോഡോക്കെ വന്നതായിട്ടും അവളെ തേടി ഇവ ഇത്രയും ദൂരം വന്നെന്നുള്ള കാര്യം ഇവർക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. പക്ഷെ ഹോഡോക്കയ്ക്ക് അങ്ങോട്ട് തിരിച്ച് താഴേക്ക് വരാൻ പറ്റുന്നില്ല, കാരണം അവന്റെ ശരീരം ഫുള്ളായിട്ട് അട്രാക്ട് ആവുന്നത് ഭൂമിയിലോട്ടാണ്. സോ ആ ഗ്രൗണ്ടിലോട്ട് വരാൻ പറ്റുന്നില്ല. ഇപ്പോഴാണ് ഹോഡോക്കോ കൈ ഇങ്ങനെ നീട്ടുന്നത്. ഹീന നീ എന്റെ കൈ പിടിച്ച് കയറി വാ എന്ന് പറഞ്ഞ് ഹീനയ്ക്ക് കൈ നീട്ടി കൊടുക്കുകയാണ്. അങ്ങനെ ഹീനയും ഹോഡോക്കയുടെ കൈ പിടിച്ച് എങ്ങനെയൊക്കെയോ മേലോട്ട് കയറുകയാണ്. സോ അങ്ങനെ രണ്ടുപേരും ഗാർഡൻ വിട്ടിട്ട് രണ്ടുപേരും ഭൂമിയിലേക്ക് വരികയാണ്. പക്ഷെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവന്റെ കൈ സ്ലിപ്പായിട്ട് ഹീന ഏറ്റവും താഴേക്ക് പോവുകയാണ്. നീ ഭയപ്പെടേണ്ട, താഴേക്ക് വരാമെന്ന് പറഞ്ഞ് ഹീനയോട് പറഞ്ഞിട്ട് അവൻ താഴേക്ക് വന്നിട്ട് ഹീനയുടെ കൈ ഇങ്ങനെയൊക്കെ പിടിക്കുകയാണ്. അവൻ നീ വിഷമിക്കേണ്ട ആവശ്യമില്ല, ഞാൻ നിന്റെ കൈ വിടില്ല, ഞാൻ നിന്റെ കൂടെ എപ്പോഴും കാണുമെന്ന് അവൻ പറയുകയാണ്. ഞാനും നിന്റെ കൂടെ എപ്പോഴും കാണുമെന്ന് ഹീനയും തിരിച്ച് പറയുകയാണ്. അങ്ങനെ രണ്ടുപേരും താഴേക്ക് വരികയാണ്. അതേസമയം ഭൂമിയുടെ കേസക്കിയെ പോലീസ് പിടിക്കുകയാണ്. കാരണം പോലീസിനെ തടഞ്ഞു നിർത്തിയില്ല, അതുകൊണ്ട് പോലീസ് കേസക്കിക്ക് മേലെ കേസെടുക്കുകയാണ്. അപ്പോഴാണ് പോലീസ് കേസക്കിയോട് ചോദിക്കുന്നത്, നീ എന്തൊക്കെയാ പറഞ്ഞല്ലോ, ആ പയ്യൻ പോയിട്ട് മേലെ നിന്ന് ആ പെണ്ണ് കൂട്ടുകൊണ്ട് വരുമെന്ന മഴ വീണ്ടും പെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് എവിടെ നിന്ന് ചോദിക്കുകയാണ്. അപ്പോൾ തന്നെ കാർമേഘങ്ങൾ സഡനായിട്ട് വന്നിട്ട് മഴ പെയ്യാൻ ആരംഭിക്കുന്നത്. ഹീനയും തിരിച്ച് ഭൂമി തന്നെ വരികയാണ്. അപ്പോൾ ഇനി മുതൽ ഹീന ഒരു സൺഷൈൻ ഗേൾ അല്ല. പക്ഷെ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഹീനയും ഹോഡോക്കയും മൈനേഴ്സാണ്. സോ അങ്ങനെ ഹീനയെയും ഹോഡോക്കയും തന്റെ തന്നെ നാട്ടിലേക്ക് അയച്ചു വിടുകയാണ്. സോ അങ്ങനെ ഹീന ജപ്പാനിൽ പഠിക്കുകയാണ്. അങ്ങനെ 3 വർഷം കഴിഞ്ഞ് പോവുകയാണ്. അങ്ങനെ ഹോഡോക്ക 3 വർഷം കഴിഞ്ഞ ശേഷം ഹോഡോക്കയ്ക്ക് 18 വയസ്സിന് മേളിലായിട്ടുണ്ട്, ഹീനയ്ക്ക് 18 വയസ്സുമായിട്ടുണ്ട്. സോ ഈ സമയത്ത് ഹീനെ കാണാമെന്ന് വിചാരിച്ചു തിരിച്ച് ജപ്പാനിൽ വരികയാണ്. എന്നിട്ട് അവിടെ ഈ 3 വർഷത്തെ മഴ നിന്നിട്ടില്ല, ജപ്പാൻ പാതിയെല്ലാം മുങ്ങിയിട്ടുണ്ട്. പക്ഷെ ഫസ്റ്റ് ഹോഡോക്കോ കാണാൻ പോകുന്നത് കേസൊക്കെയാണ്. അവരുടെ ബിസിനസ് നന്നായിട്ട് പോകുന്നുണ്ട്. എന്താ മൂന്ന് നന്നായിട്ടുണ്ടോ എന്നുള്ള ഗാംഭീര്യ സൗണ്ടിൽ ചോദിക്കുകയാണ്. എന്തായാലും നിങ്ങളുടെ ബിസിനസ് നന്നായിട്ട് പോയാലും ആ സൗണ്ട് അതേപോലെ തന്നെ ഉണ്ടെന്ന് പറയുകയാണ് നമ്മുടെ ഹോഡോക്കോ. അപ്പോഴാണ് ദൂരെ നിന്ന് ഹീനെ അവൻ കാണുന്നത്. ആ സമയത്ത് അവള് കണ്ണുമുടി പ്രേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അവൾ പ്രാർത്ഥിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ മഴ നിൽക്കണം, വെയിൽ വരണം എന്നല്ല പ്രാർത്ഥിക്കുന്നത്. എനിക്ക് ഈ സമയത്ത് എന്റെ ഹോഡോക്കെ തിരിച്ച് വരണം, ഇനി ഹോഡോക്കെ തിരിച്ച് കാണണം എന്നാണ് അവൾ പ്രാർത്ഥിക്കുന്നത്. സോ ഇത് ഹോഡോക്കെ കാണുന്നുണ്ട്. അവൻ ആ ഇമോഷൻ കൺട്രോൾ ചെയ്യാനും പറ്റുന്നില്ല, അവൻ കരഞ്ഞു പോവുകയാണ്. ഒരുപാട് നാളിന് ശേഷം കാണുന്നത് അതങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ കാണാത്ത ഒരാളെ കാണുമ്പോഴോ അല്ലെങ്കിൽ ഒരുപാട് നാളത്തെ ശേഷം ഒരാളെ കാണുമ്പോഴോ നമുക്ക് ആ ഫീലിംഗ്സ് പെട്ടെന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. സോ അതാണ് ഇവിടെ നടക്കുന്നത്.
പോകുന്നത്. സോ അങ്ങനെ ഹീന ഞാൻ വന്നു എന്ന് പറഞ്ഞ് അലറി വിളിക്കുകയാണ്. സോ അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നേരെ അടുത്ത് വന്ന് കെട്ടിപ്പിടിക്കുകയാണ്. അപ്പോൾ തന്നെ ഹോഡൊക്കെ കരയുന്നത് കണ്ട് ഹീന അവന്റെ കണ്ണുനീരൊക്കെ തുറച്ചു കൊടുക്കുകയാണ്. ഇനി എന്തിനാ കരയുന്നത്, നമുക്കൊരു കുഴപ്പമില്ലല്ലോ, ഞാൻ നിന്റെ വീട്ടിൽ എങ്ങും പോവില്ല എന്നൊക്കെ പറയുകയാണ്. സോ ഈ റിയൽ വേൾഡിൽ അവർ രണ്ടുപേരുടെ ലൈഫ് സന്തോഷമായിട്ട് ജീവിക്കുകയാണ്. ഇവിടെ വെച്ചാണ് ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആനിമ അവസാനിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, അപ്പൊ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആനിമയാണ് ഇത്. ഞാൻ പറഞ്ഞാൽ മാത്രമല്ല, നിങ്ങൾ കണ്ടാലും കൂടെ അതിന്റെ എഫക്ട് കിട്ടുകയുള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ആനിമ വേണമെങ്കിൽ കമന്റ് കൂടെ ചെയ്യുക, ഞാൻ അതിന്റെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ആൻഡ് ഞാൻ ടണൽ ടു സമ്മർ എന്ന ആനിമ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം, അത് നിങ്ങൾ ചെക്ക് ഔട്ട് ചെയ്ത് നോക്കുക. ആൻഡ് സ്ട്രേഞ്ചർ തിങ്സിന്റെ പ്ലേലിസ്റ്റും കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾ അവിടെ പോയി സ്ട്രേഞ്ചർ തിങ്സിന്റെ എപ്പിസോഡ്സ് എല്ലാം നിങ്ങൾക്ക് ചെക്ക് ഔട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ലൈക്ക് ചെയ്യാനേ മറക്കരുത്, ലൈക്ക് ചെയ്യുക. ആൻഡ് കമന്റ് ആണ് എനിക്ക് ഏറ്റവും മെയിൻ. നിങ്ങൾക്ക് അതിന്റെ മൂവി എക്സ്പ്രഷൻ ആണെങ്കിൽ കമന്റ് കൂടി ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ബൈ ഫ്രം കിരൺസ് ഇൻസൈറ്റ്.